കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഈ സന്ധ്യാവേളയെങ്കിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വീകരിപ്പാൻ കർത്താവ് നൽകിയ തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും മറ്റ് ഇതര മീഡിയകളിലൂടെയും തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ വിഭിന്നങ്ങളായ അനുഭവങ്ങളാണ് കർത്താവ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. വിഭിന്നങ്ങളായ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കിടേണ്ടതിന് നമ്മോടൊത്ത് ഓരോ ദിവസവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊത്ത് UK നിന്ന് കർത്താവിന്റെ ദാസി ബിജി സിസിൽ ചീരൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് രാത്രിവേളയെങ്കിൽ തന്റെ ജീവിത അനുഭവങ്ങൾ നമ്മോടൊത്ത് പങ്കുവെക്കുമ്പോൾ ദൈവനാമം തന്നിൽ ജയമെടുക്കട്ടെ. അനേകായിരങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ദിവസക്കാലം കർത്തസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പാട്ടിന്റെ 2 ലൈൻ പാടിയിട്ട് കർത്താവിന്റെ ദാസിയെ നമുക്ക് സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി. ആടിയനിതാ ദേവാ ആടിയനിതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമ്പൂർണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ കോട്ടയാണ്, ഞങ്ങളുടെ പരിചയാണ്, ഞങ്ങളുടെ ഏതവസ്ഥയിലും ഞങ്ങളോടൊത്ത് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ നാമം ഞങ്ങൾ ജയമെടുക്കുവാൻ ഇടയാക്കണം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ അഭിഷിക്തയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവേ, നിന്റെ മകള് UK പ്രദേശത്തായിരിക്കുന്നു, അടിയൻ ഇന്ത്യയിലായിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ ദാസിയുടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തിക്കൊള്ളണമേ. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക്, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ എല്ലാം നന്നായി ചെയ്തെടുക്കുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം ഈ രാത്രി വേളയെങ്കിൽ അടിയൻ ഇവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങളോടൊത്ത് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അങ്ങയുടെ ദാസിയെ അനുഗ്രഹിക്കണം. തുടർന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ, ഇന്ന് ഈ സമയകാലം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിന് വളരെ സന്തോഷമുണ്ട്. വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി UK നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാൽ UK ഏത് സ്ഥലത്താണ്? വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? എത്ര മക്കളുണ്ട്? ഒന്ന് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിശേഷാൽ വചനദീപ്തി സാക്ഷി കൂടാരം എന്ന ഈ വേദിയിലൂടെ
എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്തൃദാസി ബീന സിസ്റ്ററിനോടുള്ള നന്ദിയെ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. ഇതിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു മാതാവിനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ ദേവചേച്ചിയെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എന്റെ അനുഭവങ്ങളാണ് ഇന്ന് ഈ എനിക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി സമയമാണ്, ഇവിടെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ സമയമാണ്. നിങ്ങളുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് നൽകി തന്ന എല്ലാ കഷ്ടങ്ങൾക്കായും ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം വിശേഷാൽ പ്രിയ ബീന സിസ്റ്റർ പറയാനിടയായി, ഞാൻ UK നിന്ന് ഇംഗ്ലണ്ടില് മാഞ്ചസ്റ്റർ എന്ന പട്ടണത്തിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് ബിജി സിസിൽ ചീരൻ. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. 2 പേരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ നഴ്സായി കഴിഞ്ഞ 21 വർഷക്കാലമായി ഈ ദേശത്ത് കടന്നു വരുവാൻ, ഒരു നഴ്സായി ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയില് കുണ്ട്ര എന്ന പട്ടണത്തിലാണ്. എന്റെ ഹസ്ബൻഡിന്റെ ദേശം വയനാട് പുൽപ്പള്ളി. എന്നാൽ ഇന്ന് എന്റെ പ്രിയ മാതാവ് സുൽത്താൻ ബത്തേരി എന്ന പ്രദേശത്തേക്ക് മാറി അവിടെയുണ്ട്. അതാണ് എന്റെ ഒരു ചുരുങ്ങിയ എന്റെ ഒരു കുടുംബ പശ്ചാത്തലം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്റെ ഹസ്ബൻഡിനെ കുറിച്ച്. എന്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ സിസിൽ ഹാൻസ്ലി ചീരൻ, ഒരു കർത്തൃദാസനാണ്. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്ന, എന്നെ ഈ വേദിയിൽ ശ്രവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദിയുള്ളവളാണ്. നിങ്ങൾ ക്ഷമയോടുകൂടെ എന്റെ സാക്ഷ്യം കേൾക്കണം. എന്റെ ഒരു വാക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമാകുന്നുവെങ്കിൽ ഞാൻ ധന്യയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു എന്നെ കർത്താവ് ഈ കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടത്തിവിട്ടത് അനേകർക്ക് ആശ്വാസമാകാനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവകരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള, ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരി ദൈവവചനങ്ങൾ അതിനകത്തൂടെ കടന്നു പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാക്ഷ്യത്തിന് വിളിച്ചിട്ട് പ്രസംഗിക്കുവാണോ എന്നൊരു പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം. എന്നാൽ ഞങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാണ് ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത്. വചനം ദൈവമാണ്. ഈ വചനമില്ലാത്ത ഒന്നും ഞങ്ങൾക്കില്ല. ഈ ദൈവവചനത്തിൽ പറയുന്ന ഈ ദൈവവചനമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രചോദനമായി, അല്ലെങ്കിൽ എനിക്ക് ജീവനായി വെളിപ്പെട്ടു വന്നത് ഈ ദൈവവചനം തന്നെയാണ്. എന്റെ വേദനകളിൽ, എന്റെ കഷ്ടങ്ങളിൽ ഈ ദൈവവചനമാണ് എന്നെ നടത്തിയതെന്ന് വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവവചനം പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറായിട്ടോ അതൊരു ബുദ്ധിമുട്ടായിട്ടോ തോന്നരുത്. കാരണം എനിക്കറിയാം ഇത് ശ്രവിക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികളല്ലാത്ത അനേകര് ഇതിനെ ശ്രവിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ദൈവവചനം പറയുമ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. എങ്കിലും എന്റെ ആഗ്രഹം നിങ്ങൾ ഈ ദൈവവചനം വായിക്കണം. ഈ ദൈവവചനം എന്താണ് പറയുന്നത് നിങ്ങൾ അറിയണം. അതാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. കഴിഞ്ഞ 21 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഒരു നേഴ്സായിട്ടാണ് ഞാൻ ഈ ദേശത്ത് കടന്നു വന്നത്. ഞാൻ ജനിച്ചത് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ്. മാമോദിസയൊക്കെ ഏറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എന്റെ പ്രിയ മാതാവിനെ, കർത്താവിനെ അടുത്തറിയുവാൻ ഭാഗ്യം ലഭിച്ചു. എന്റെ മാതാവ് കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഇടയായി. ഒരു മർത്തോമ കുടുംബത്തിൽ നിന്ന് ഒരു യാക്കോബായ കുടുംബത്തിലേക്കാണ് എന്റെ മാതാവ് കടന്നു വന്നത്. അവിടെ ആ ഭവനത്തിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. എന്നാൽ മർത്തോമ കുടുംബത്തിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ എന്റെ മാതാവ് വളരെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് തന്റെ പാതകളിലേക്ക് നടത്തി. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ മാതാവ് സ്നാനപ്പെട്ട് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ മാതാവ് അറിഞ്ഞ ഈ ദൈവത്തെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ 10-11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ എന്റെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. അതിനുശേഷം എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്റെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ച ഒത്തിരി വർഷങ്ങളായിരുന്നു. ഞാൻ എന്റെ ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രാർത്ഥിച്ചും പാടിയും ഉപവസിച്ചും ഒക്കെ അവിടെ തന്നെ അങ്ങ് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അന്ന് വന്ന കർത്തൃദാസന്മാരുടെ ഒക്കെ ഭവനത്തിൽ അവരെയൊക്കെ സഹായിച്ച്, പ്രിയ കർത്തൃദാസിമാരെയൊക്കെ സഹായിച്ച് ഞാൻ അങ്ങനെ കർത്താവിന്റെ വേല ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഒരു പാസ്റ്ററുടെ വൈഫ് ആകുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്യണം, അതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. ആ
ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അത്ര സ്നേഹിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, എന്റെ ചെറിയ ആ ഒരു പ്രായത്തില് കർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിച്ചെങ്കിലും ഒരു ഇടക്കാലം എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ കർത്താവ് എനിക്ക് നൽകി തന്നു. എനിക്കൊരു കഷ്ടതയുള്ള ഒരു ജീവിതം എന്റെ ചെറിയ പ്രായത്തിലില്ല. അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പിന്നീട് എന്റെ മാതാവ് കർത്താവിനെ അറിഞ്ഞു, പിന്നെ എന്റെ പിതാവ് കർത്താവിനെ അറിയുവാനിടയായി. അതിനുശേഷമാണ് എന്റെ സഹോദരനും സഹോദരിയും ഒക്കെ കർത്താവിനെ അറിയുവാനിടയായി തീർന്നത്. എന്റെ സഹോദരി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, എന്റെ സഹോദരൻ വിദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, എന്റെ മാതാവ് ഏകയായി ഭവനത്തിലായിരിക്കുന്നു, എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവന്റെ മാതാവും ഏകയായി എന്റെ സഹോദരനോട് ഒരുമിച്ച് ആ ഭവനത്തിലായിരിക്കുന്നു, എന്റെ ഫാദറിലോയും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ഒരു കർത്തദാസനായിരുന്നു. അതാണ് എന്റെ ഒരു കുടുംബ പശ്ചാത്തലം. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനായി ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അതോടുകൂടെ ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഒരു 17ാമത്തെ വയസ്സിൽ എന്റെ ഭവനത്തിൽ ഞാൻ ഇറങ്ങിയതാണ്. പിന്നീട് നഴ്സിംഗ്, അത് കഴിഞ്ഞ് ജോലി, വിവാഹം, അങ്ങനെ 2000-ലാണ് എന്റെ വിവാഹം നടക്കുന്നത്. ഒരു കർത്തദാസനാണ് എന്റെ ഭർത്താവായി എനിക്ക് ലഭിച്ചത്. അതിനായിട്ട് ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസന്റെ കുടുംബത്തിൽ കടന്നു ചെല്ലുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞാൻ ഈ ദേശത്തേക്ക് ജോലിക്കായി കടന്നു വന്നു. പിന്നീട് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ ഹസ്ബൻഡും എന്റെ മോനും, എന്റെ മൂത്ത മകൻ 3 വയസ്സും ചില മാസങ്ങളും ഉള്ളപ്പോഴാണ് എന്റെ പ്രിയ പൈതലും ഈ ദേശത്തേക്ക് കടന്നു വരുവാനിടയായത്. അങ്ങനെ ഞാൻ എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എന്റെ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് ഈ ദേശത്ത് ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഈ ദേശത്ത് കടന്നു വന്നെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്വസ്ഥതയില്ലായിരുന്നു. എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം എന്റെ പ്രിയപ്പെട്ടവൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ, ഏത് രീതിയിൽ ഒന്നും അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ക്രിസ്ത്യ രാജ്യം എന്ന് ഈ ദേശം പറയുന്നുവെങ്കിലും ഇന്ന് അനേകര് ദൈവമില്ലാത്ത ഒരു ദേശമാണ്. ഒത്തിരി ദുഷ്ടത നിറഞ്ഞ ഒരു ലോകമായത്. ഇതിന്റെ നടുവിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഇവിടെ ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ട്, കർത്താവിനെ എങ്ങനെ അറിയിക്കണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട്. അനേക വർഷങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ ഒരു ഞരക്കം പോലെയായിരുന്നു. എന്ത് കർത്താവിന് വേണ്ടി ജോലിയൊക്കെ എന്താ പറയുന്നത്, ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചു, എന്നാൽ ആ രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇവിടെ ഒരുങ്ങി വന്നില്ല. അനേക വർഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഒരു ദിവസം കർത്താവ് ഒരു ദർശനം തനിക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ കർണാടകയിൽ ഒരു കർത്താവിന്റെ വേല ആരംഭിക്കുവാൻ, ഭാഷ അറിഞ്ഞൂടാത്ത, ഞങ്ങൾക്ക് ഇന്നും കന്നഡ ഭാഷ എനിക്ക് അറിയത്തില്ല, എന്റെ പ്രിയപ്പെട്ടവൻ അറിയത്തില്ല, ആ ദേശത്ത് കർത്താവിന്റെ വേല ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. 2010, 2011 ആ വർഷങ്ങളിൽ കർത്താവിന്റെ വേല അവിടെ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ 5 ദൈവദാസന്മാരെ എടുത്തുകൊണ്ട് ഒരു കർത്താവിന്റെ വേല അവിടെ ആരംഭിച്ചു. അവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ നോക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇവിടെയുള്ള മാഞ്ചസ്റ്റർ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ഒരു ഭാഗമാണ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും. അങ്ങനെ ഈ സഭയുടെ ദൈവദാസനായിട്ട് എന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പടകിൽ എങ്ങനെ പെട്ടെന്ന് ഒരു കാറ്റ് വന്നടിക്കുമോ, വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം, ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ വളരെ കംഫോർട്ടായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഞാൻ കടന്നു വന്നതിന് ശേഷം 2006 എനിക്ക് കർത്താവ് വീണ്ടും ഒരു ആൺകുഞ്ഞിനെ കൂടെ നൽകി തന്നു ഈ ദേശത്ത്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഈ പടകിലേക്ക് ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പടക് മുങ്ങിപ്പോകുമോ എന്ന് വിചാരിക്കത്തക്ക രീതിയിൽ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2019 മാർച്ച് മാസം കോവിഡ് എന്ന മഹാമാരി നമുക്കറിയാം. 2019 ഡിസംബറിലാണ് ചൈനയിലൊക്കെ കോവിഡ് വന്നു തുടങ്ങിയത്. അന്ന് ഞങ്ങളും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അയ്യോ, അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, നമ്മളിലേക്കും ഇത് എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. 2020 മാർച്ച് മാസമാണ് ഇംഗ്ലണ്ടിൽ ലോക്ക്ഡൌൺ ഉണ്ടായത്. അങ്ങനെ ഇവിടെയും കോവിഡ് എത്തുവാൻ, ലോകത്ത് പലയിടങ്ങളിലും കോവിഡ് എത്താത്ത ഒരു സ്ഥലങ്ങളുമില്ല, എല്ലായിടങ്ങളിലും കോവിഡ് എന്ന മഹാമാരി കടന്നു വരുവാൻ ഇടയായി തീർന്നു ദൈവമക്കളെ. അങ്ങനെ ഈ ദേശത്തും കടന്നു വന്നു. എങ്കിലും ഞാനും ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കോവിഡിന്റെ ഇടയിൽ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ എന്റെ രോഗികളെ നോക്കിയ ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ മാറി നിന്നിട്ടില്ല. എന്റെ സ്വന്തം സഹോദരങ്ങളെ, എന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന അതേ ആത്മാർത്ഥതയിലാണ് ഞാൻ എന്റെ പേഷ്യൻസിനെ നോക്കുവാൻ ഇടയായി തീർന്നത്. ഞാനൊരു ഡയാലിസിസ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മാർച്ച് മാസം ഇവിടെ ലോക്ക്ഡൌൺ കടന്നു വന്നു. പിന്നീടുള്ള നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ സൂമിലായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിസംബർ മാസം എന്റെ ജീവിതത്തിലും എനിക്ക് കോവിഡ് വരുവാൻ ഇടയായി തീർന്നു. എനിക്ക് കോവിഡ് വന്നതിന് ശേഷമാണ് എന്റെ പ്രിയപ്പെട്ടവന് കോവിഡ് വരുവാൻ ഇടയായി തീർന്നത്. ഡിസംബർ 21 എന്റെ
പ്രിയപ്പെട്ടവന്റെ ജന്മദിനമാണ്. ആ ജന്മദിനം 46ാമത്തെ വയസ്സിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കോവിഡ് വന്നു. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവൻ അല്പം ക്ഷീണമായി. എന്നാൽ അത് വളരെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കോവിഡ് ആണെന്ന് മനസ്സിലായെങ്കിലും ഇവിടെ അന്ന് ഒരു ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് എല്ലാവരും ട്രീറ്റ്മെന്റ് ചെയ്തോണം, അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനോ ഒന്നും നമുക്ക് കഴിയാത്ത ഒരവസ്ഥയാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ വാക്സിൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളും വീട്ടിൽ തന്നെ ഹോം റെമഡീസും ഒക്കെ ആയിട്ട് എന്റെ ഇളയ പൈതലിനും അന്നേരം കോവിഡായി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് നല്ല ശാരീരിക ക്ഷീണമായി. ആ വീക്കെൻഡിലും ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. സൂമിലൂടെ ഉപവാസ പ്രാർത്ഥനകൾ, ഞായറാഴ്ച ആരാധന, അതിനുശേഷം തിങ്കളാഴ്ച ഡിസംബർ 21 തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കർണാടകയിൽ ഒരു കർത്താവിന്റെ വേലയുണ്ട്, ഗ്ലോറിയസ് മിനിസ്ട്രീസ് എന്ന പേരിൽ. അതിന്റെ ഈ കോവിഡ് വന്നതോടുകൂടെ നമ്മൾ ഈ സൂമില് എല്ലാ മൺഡേയിലും ഒരു മീറ്റിംഗ് ആരംഭിക്കുവാൻ തുടങ്ങി. കാരണം കർത്തദാസന്മാരെയൊക്കെ എന്റെ പ്രിയപ്പെട്ടവൻ എല്ലാ വർഷവും പോകുമായിരുന്നു. എന്നാൽ ആ വർഷം പോകാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഒരു കോവിഡിന്റെ ആ സമയത്ത് ഒരു മീറ്റിംഗ് ആരംഭിക്കുവാൻ ഇടയായി. ആ മീറ്റിംഗ് തിങ്കളാഴ്ച ചെയ്യേണ്ടതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവന് വളരെ ശാരീരിക ക്ഷീണമായിട്ട് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ബുധനാഴ്ച തനിക്ക് ഒട്ടും പിന്നീട് ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 23-ാം തീയതി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങള് പെട്ടെന്ന് അന്ന് രാവിലെ ഞാന് തന്റെ ഓക്സിജൻ ലെവല് അന്ന് ഉച്ചയ്ക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വെറും 68% മാത്രമേ തന്റെ ഓക്സിജൻ ലെവലുള്ളൂ. എന്നാൽ അതിന്റെ ലക്ഷണങ്ങളൊന്നും താൻ കാണിച്ചില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ചുമയോ ശ്വാസമുട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു വളരെ കുഴപ്പമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് ഓർക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഉച്ചയ്ക്ക് അല്പം പനി കൂടിയപ്പോൾ ഞങ്ങൾ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ ചെക്ക് ചെയ്ത സമയത്ത് വെറും 68% മാത്രമേ. ഒരു നേഴ്സായിട്ട് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും, ഒരു 68% എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കൊളാപ്സായി താഴെ വീണം. എന്നാൽ ആ സമയത്തും എന്റെ പ്രിയപ്പെട്ടവൻ വളരെ ആരോഗ്യത്തോടെയാ കാണുന്നത്. അന്നേരം ഞാൻ എന്റെ മൂത്ത മകനോട് പറഞ്ഞു, മോനെ ആംബുലൻസ് അവരെ വിളിക്ക്, അവരെന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ 111 ഡയൽ ചെയ്യുകയും ആംബുലൻസ് പാരാമെഡിക്സിനോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ പേഷ്യന്റിനോടാണ് അവർക്ക് സംസാരിക്കേണ്ടത്. അപ്പൊ തന്നെ എന്റെ പ്രിയപ്പെട്ടവന് ഫോൺ കൊടുത്തു. അപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല, എങ്കിലും നിങ്ങൾ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ 68% എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വരാം എന്ന് അവർ പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഞങ്ങളുടെ വീടും തമ്മിൽ ഓടിപ്പോകാവുന്ന ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ്. എങ്കിലും നമുക്ക് അങ്ങനെ ഓടിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് കോൾ വിളിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ ടോയ്ലറ്റിലേക്ക് പോയി താൻ തന്നെ റെഡിയായി വന്ന് കട്ടിലിൽ ഇങ്ങനെ ചാരിയിരുന്നു. അപ്പൊ എന്റെ സഹോദരങ്ങളായിട്ട് ഒരു ഫാമിലി, അന്ന് നമുക്ക് വീട്ടിലേക്കൊന്നും ആർക്കും വരാൻ പറ്റത്തില്ല, അങ്ങനെ റെസ്ട്രിക്ഷനാണ് ഇവിടെ, ആർക്കും പരസ്പരം കാണാൻ പറ്റത്തില്ല. എന്നാൽ അവര് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കാരണം ദേവദാസിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ അവർ കടന്നു വരുവാൻ ഇടയായി. അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ ഫോൺ കോൾ വിളിക്കുന്നത്. അതിനുശേഷം അവര് പെട്ടെന്ന് കാറിലേക്ക് തിരിച്ചുപോയി. കാരണം അവര് കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ കണ്ടാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അവർ കടന്നുപോയി. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൻ ഒരുങ്ങി വന്ന് കട്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ ഈ ആംബുലൻസ് ക്രൂ അവരെത്തി. അവർ ഓക്സിജനും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെയാണ് അവർ വരുന്നത്. അവർ മേളിലേക്ക് 2 സ്ത്രീകളായിരുന്നു. അവർ കടന്നു വന്നു. കണ്ടപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു, അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ടൊന്നും, നീ നല്ല ഹാൻസം ആയിട്ട് വളരെ റെഡി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, നിന്നെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഓക്സിജൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ പൾസ് ഓക്സിമീറ്റർ ഒക്കെ എടുത്ത് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് നോക്കിയപ്പോൾ 74%, 74% മാത്രമേ ഓക്സിജൻ ലെവലുള്ളൂ. 68% 74% ആയി. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഈ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഈ ഫാമിലി ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാനൊരു വെപ്രാളം ഒന്നും കാണിച്ചില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവൻ ഒരു പക്ഷെ പാനിക് ആയി പോയാലോ എന്ന് ഓർത്ത്, നമ്മളെ നേഴ്സുമാരാ, നമുക്കറിയാം. പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കാതെ ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് വീട്ടിൽ വിളിക്കുന്ന പേര് ബിനു എന്നാണ്, ബിനു ഇങ്ങനെ എക്സസൈസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടാ ഇത്ര ഓക്സിജൻ ലെവൽ കുറവ്, ഒന്ന് എഴുന്നേറ്റ് നടക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു ഇൻഹേലർ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ ഒരു 74% ഓക്സിജൻ ലെവൽ കൂടി. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ 74%, അവരെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ഓക്സിജൻ അല്പസമയത്തേക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു അരമണിക്കൂർ ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ആകും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ ഓക്സിജൻ കൊടുത്തിട്ടും 91 അപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അല്പ ദിവസം ഓക്സിജൻ കൊടുത്ത് ആന്റിവൈറലും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആകും, എന്നിട്ട് മടങ്ങി വരാം
എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്റെ പ്രിയപ്പെട്ടവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ പെട്ടിക്കകത്ത് തന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ആദ്യം എടുത്തു വെച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, നീ ആ ബൈബിൾ എടുത്തു വെക്ക്. ഞാൻ പറഞ്ഞു, ബിനോഷ ബൈബിൾ പിന്നെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, നീ ആ ബൈബിൾ എടുത്തു വെക്ക് എന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ ശരിയാക്കി എന്റെ പ്രിയപ്പെട്ടവൻ ആ സ്റ്റെപ്പുകളൊക്കെ നടന്നിറങ്ങി. ഞങ്ങൾ അന്ന് താമസിക്കുന്ന വീട് ഒരു വാടക വീട്ടിലാണ് ഞാൻ അപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തോളം ആ വീട്ടിലാണ് താമസിച്ചത്. ആ വീട് പഴയ വീടാ. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. അതൊക്കെ താൻ നടന്നിറങ്ങി ആംബുലൻസിലേക്ക് താൻ കയറുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു പ്രിയ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പെട്ടെന്ന് തിരിച്ചു വരണേ എന്ന് പറഞ്ഞ സഹോദരി ഞാനും ആ ആംബുലൻസിന്റെ അടുക്കളോളം ചെന്ന് എന്റെ പ്രിയപ്പെട്ടവനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ആംബുലൻസിൽ കയറി. അപ്പൊ നമുക്ക് കൂടെ പോകാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ ആംബുലൻസിൽ കയറി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അത് തൊട്ടടുത്ത് തന്നെയാണ്, വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടേക്ക് കൊണ്ടുപോയി. അതൊരു ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ സമയമാണ്. അതിനുശേഷം പിന്നീട് ഒരു വിവരങ്ങളുമില്ല. കാരണം നമുക്ക് പോകാൻ പറ്റത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരങ്ങ് കടന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ടു, എന്താ അവിടെ സംഭവിക്കുന്നത് എന്നറിയുവാൻ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡോക്ടറെ തന്നെ ഞാൻ വിളിച്ചു. എൻ്റെ ഡ്യൂട്ടിയിൽ ഉള്ള ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അവിടെ എമർജൻസിയിൽ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പോയി നോക്കാം, എനിക്ക് 1-2 പേഷ്യന്റിനെ കാണാനുണ്ട്, അതിനുശേഷം ഞാൻ പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഡോക്ടർ അവിടേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കോവിഡിന്റെ ഏരിയ ഉണ്ട്, റെഡ് ഏരിയ. അവിടേക്ക് ഈ ഡോക്ടറിന് കടന്നു പോകാൻ പറ്റത്തില്ല, നോൺ കോവിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ താൻ അവിടേക്ക് കടന്നുപോയി അവിടെയുള്ള എമർജൻസിയിലുള്ള ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിനക്ക് കാണാൻ പറ്റത്തില്ല, റെഡ് ഏരിയയിലാണ് ഉള്ളത്, ഞാൻ എക്സ്റേ കാണിക്കാം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ആ ഡോക്ടറെ കാണിച്ചു. അതിനുശേഷം ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജി ഐ എം റിയലി സോറി, നിന്റെ ഹസ്ബൻഡിന്റെ ലങ്സ് ഓൾമോസ്റ്റ് കൊളാപ്സ് ആയി പോയി, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ ഇവിടുത്തെ ചില ഒബ്സർവേഷൻസ് ഒക്കെ എടുത്ത സമയത്ത് അതിന്റെ സ്കോറുകളൊക്കെ ഹൈ ആയിരുന്നു. ആ സ്കോർ ഹൈ ആകുമ്പോൾ നോർമലി അത് ICU ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ ബ്ലീപ്പ് സംവിധാനമുണ്ട്, ബ്ലീപ്പ് അടിക്കും. അപ്പോൾ അവർ അപ്പൊ തന്നെ എമർജൻസിയിലേക്ക് കടന്നു വരും, ഇത്ര സ്കോറിന് മുകളിലാണെങ്കിൽ. അപ്പോൾ തന്നെ ICUയിലുള്ള ക്രിട്ടിക്കൽ കെയറിലുള്ള ഡോക്ടേഴ്സും എല്ലാം കടന്നു ചെന്നു. അപ്പോൾ തന്നെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുവാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് നമുക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വളരെ ഈസിയാണ്, നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നവര്, നിങ്ങൾ കുറച്ച് വർഷം പിന്നോട്ടൊന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത്, വഴിയിൽ ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത്, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഓടുന്നത്, ഹല്ലേലൂയ, അനേകർ വഴികളിൽ മരിക്കുന്നത്, വീടുകളിൽ കിടന്ന് മരിക്കുന്നത്, ഹല്ലേലൂയ. നിങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അതൊന്നും ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ജീവനോടായിരിക്കുന്ന ദൈവമക്കളെ, അനേകരങ്ങ് കടന്നുപോയി നീതിമാനായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു നീതി പ്രവൃത്തിയുള്ള ആളായതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഹല്ലേലൂയ, കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടിത്തന്നു. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട ചില ശുശ്രൂഷകൾ നമ്മൾ ചെയ്തു തീർന്നിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു തീർന്നിട്ടില്ല. അതുകൊണ്ട് ദൈവം ദയ കാണിച്ച് മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഹല്ലേലൂയ, അവന് നമ്മളോടുള്ള ദയയാ കേട്ടോ. ഹല്ലേലൂയ, നമ്മളെ ഒരു ദിവസം കൂടെ നീട്ടിത്തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്ന നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, അവന്റെ കൃപ, അവന്റെ ദയ ഒന്നു മാത്രമാ. ഹല്ലേലൂയ, നമ്മൾ വിചാരിക്കരുത്. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, അനേകര് കടന്നുപോയപ്പോൾ, കർത്താവേ ഇന്നും ഞങ്ങളെ നിർത്തിയല്ലോ. പലപ്പോഴും ആ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അനേകര് കടന്നുപോയി. ഇന്ന് ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ കഴിവല്ല. ഇത്രമാത്രം നമ്മൾ ചിന്തിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ മറക്കരുത്. കർത്താവേ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തീർന്നില്ല, ഞാൻ ചെയ്തു തീർന്നിട്ടില്ല. കർത്താവ് ഒരു അവസരം കൂടെ എനിക്ക് ദാനമായി നൽകി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല, എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. ഏകദേശം രാത്രി എനിക്ക് തോന്നുന്നു ഒരു 11:30-12 മണി ആയപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവന്റെ ഒരു ഹല്ലേലൂയ കോൾ എനിക്ക് വരുന്നത്. എന്നെ ICUയിലേക്ക് മാറ്റി, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ ഡോക്ടർമാർ എന്തൊക്കെയോ. അപ്പോഴും എന്റെ പ്രിയപ്പെട്ടവന്റെ ബോധമൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബോധം പോയോ, അൺകോൺഷ്യസ് ആയോ? 68% ഓക്സിജൻ ലെവലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓർമ്മക്കുറവൊക്കെ വരാം, നമ്മുടെ ഓക്സിജന്റെ ലെവൽ കുറയുമ്പോൾ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴും അവിടുന്ന്
എന്നോട് പറഞ്ഞു, ഇവിടെ ഡോക്ടർമാർ എന്തൊക്കെയോ ആദ്യത്തെ ഒരു അനുഭവം തനിക്ക് ICUലേക്കൊക്കെയുള്ള യാത്ര. അപ്പോ പറഞ്ഞു, ഇവിടെ ഡോക്ടർമാർ എന്തൊക്കെയോ ചെയ്യുക, ഇവിടെ സിഗ്നൽ ഇല്ല, ഞാൻ പിന്നെ നിനക്ക് മെസ്സേജ് ഇടാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ICUൽ 23-ാം തീയതി രാത്രി, 24-ാം തീയതി ഏർലി മോർണിംഗ് അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ഹോസ്പിറ്റലിന്റെ ICUൽ താൻ അഡ്മിറ്റ് ആകുവാൻ ഇടയായി തീർന്നു. അത് ഡിസംബർ 24. അതിനുശേഷമുള്ള ദിനങ്ങൾ ദൈവമക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുടെ നാളുകളായിരുന്നു. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, കഷ്ടത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ, ആ നിമിഷം മുതൽ അന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ സ്റ്റേജുകളിൽ നിൽക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. ദൈവശബ്ദം, ഞാൻ ദൈവത്തെ സ്നേഹിച്ച ആളാണ്, ഞാൻ വചനം വായിക്കുന്ന ആളാണ്, ഒരു പാസ്റ്റർ ഭാര്യയായിരുന്നു, വചനം വായിക്കും, എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാൻ വളരെ നന്നായി ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഇതാണ്, ഇങ്ങനെ എങ്ങോട്ട് പോകാം, എന്റെ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വേല ചെയ്യുന്നു, അതിന്റെ നിഴലിൽ ഞാനും ഇങ്ങനെ പോകാം, ഇതാണ് എന്നെ കുറിച്ച് കർത്താവിന്റെ പദ്ധതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഹല്ലേലൂയ, അന്ന് എന്റെ കണ്ണ് തുറക്കുവാനിടയായി. അന്ന് ആ നിമിഷം മുതൽ ദൈവവചനത്തിന് ജീവനുണ്ടെന്ന് ഞാൻ അറിയുവാൻ തുടങ്ങി. അന്ന് വരെ ദൈവവചനം ഞാൻ ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ട്, ദൈവവചനം ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയട്ടെ, ഞാൻ ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഒക്കെ ശരിയാ, പക്ഷെ ഒരിക്കലും ദൈവവചനം ഇത്ര ആഴമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എന്റെ കഷ്ടതയിൽ ഈ ദൈവവചനം എനിക്ക് ആശ്വാസമായി മാറി, ഇത് ജീവനായി പരിണമിച്ചു. ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവവചനം വെറുതെ വായിച്ചു വിടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇരുന്ന് ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കും. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. അന്നു മുതൽ ദൈവവചനം അങ്ങോട്ട് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, നീ ആദ്യം ഞാൻ കേട്ട ദൈവവചനം ഇതാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യമാണ്. ദൈവവചനം അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഞാൻ ഈ റെഫറൻസ് തരുന്നത്. ഹല്ലേലൂയ, ആ വചനം ഹല്ലേലൂയ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അതിന് ശേഷം ഹല്ലേലൂയ മറ്റൊരു ദൈവവചനം ഇതായിരുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ ഒലിവുമലയിലേക്ക് കടന്നു എന്ന് ശിഷ്യന്മാരിൽ നിന്ന് മാറിയിട്ട് ഹല്ലേലൂയ താൻ അനുഭവിക്കാൻ പോകുന്ന വേദന എന്താണെന്ന് തനിക്കറിയാം. ഹല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അല്ലെ, ഇതൊക്കെയാ ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം. എന്നിട്ട് എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അതിനുശേഷം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഈ ദൈവവചനം ഞാൻ കേട്ടു. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ, ഈ ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, സാരമില്ല, എനിക്കൊരു വിടുതലുണ്ട്, അതുകൊണ്ടല്ലേ ദൈവം ഇതൊക്കെ എന്നെ കേൾപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് അന്നേരം മനസ്സിലാകുന്നത്. ഞാൻ വിചാരിച്ചു, എന്റെ പ്രിയപ്പെട്ടവൻ ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ശക്തിപ്പെടുത്തും, ദൂതനെ അയക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ എനിക്ക് മനസ്സിലായി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് മനസ്സിലായി, അതൊന്നുമല്ല ദൈവം എന്നോട് സംസാരിച്ചതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ICUലേക്ക് കടന്നുപോയി. അവിടെ CPAP, ഹൈ ഫ്ലോ ഓക്സിജനിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവൻ കിടക്കുകയാണ്. ആ ബേയില് താൻ കിടക്കുന്ന ആ ബേയില് കുറെ പേര്, 50 വയസ്സിന് താഴെയുള്ള അനേകരുണ്ട്. ഓരോരുത്തരായി തന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് താൻ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് താൻ ദൈവവചനങ്ങൾ വായിക്കുവാൻ ഇടയായി തീർന്നു. അതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് അറിയുന്നത്, ഇതൊരു മലയാളിയാണ് അവിടെ അഡ്മിറ്റ് ആയി. സാധാരണ ഇവിടെ അങ്ങനെ മലയാളികളൊന്നും അഡ്മിറ്റ് ആകാറില്ല, വളരെ റെയറായിട്ടാണ് മലയാളിയൊക്കെ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ പലരും മനസ്സിലായി ഇതൊരു ദേവദാസനാണ് എന്നൊക്കെ പലരും മനസ്സിലാക്കാൻ. നമ്മുടെ മലയാളി കുട്ടികൾ അനേകര് അവിടെ നേഴ്സസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അന്നേരം മനസ്സിലായി, ഈ മലയാളത്തിൽ ഈ ബൈബിളൊക്കെ ഉറക്ക വായിക്കുമ്പോൾ അതെ മനസ്സിലായി ഇതൊരു മലയാളിയാണെന്നൊക്കെ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനെ അനേക പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളി കുഞ്ഞുങ്ങൾ അവിടെ എന്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിക്കുവാൻ ഇടയാക്കി. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവിടെ ഇരുന്ന് താൻ മുന്നിൽ കാണുന്നത് ഓരോരുത്തരായി ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതാണ്. അപ്പോഴൊക്കെ ഹല്ലേലൂയ എന്റെ സഭ ഹല്ലേലൂയ സൂമിലൂടെ ഒരു പ്രാർത്ഥന
പ്രാർത്ഥന ആരംഭിക്കുവാൻ ഇടയായി. അതിനുശേഷം ഹല്ലേലൂയ സഭ കടന്ന് അത് മാഞ്ചസ്റ്റർ പട്ടണത്തിലേക്ക് വ്യാപരിച്ചു. അതിനുശേഷം അത് ലോകത്തിൽ അനേക ഇടങ്ങളിലേക്ക് പാസ്റ്റർ സിസിൽ ക്ഷീരന് വേണ്ടി ലോകത്തിൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. നിങ്ങളും ചോദിച്ചിട്ടുണ്ടാകാം, കർത്താവേ ഞങ്ങളുടെ ഈ ദേവദാസിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പലരെയും കണ്ടുമുട്ടിയപ്പോൾ പറയുവാനിടയായി തീർന്നു, ഞങ്ങൾ ഒത്തിരി കർത്താവിന്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്റെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ വ്യർത്ഥമായി പോയോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലായിരുന്നോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ ഇന്ന് ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഇന്നും കർത്താവിന് വേണ്ടി നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ്. കഷ്ടത നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവമക്കളെ. കഷ്ടത ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവൻ പ്രസംഗിക്കുമായിരുന്നു, കഷ്ടത ഒരു വരമായി തിരഞ്ഞെടുക്കണം. കഷ്ടത മാറിപ്പോകുവാനല്ല, കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ അതിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവൻ പ്രസംഗിക്കുമായിരുന്നു. എന്നും താൻ കഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അതൊക്കെ ഹല്ലേലൂയ എനിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ വിചാരിക്കുകയാണ് ഹല്ലേലൂയ ഈ കോവിഡിന്റെ സമയത്ത് വിധവമാരായി പോയ അനേക ദൈവദാസിമാരുണ്ട്. ഹല്ലേലൂയ അനേകരുടെ വിശ്വാസം ഹല്ലേലൂയ ക്ഷീണിച്ചുപോയി, അനേകർ ഹല്ലേലൂയ നിരാശരായി പോയ അനേക പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. എന്നാൽ ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിരാശപ്പെടരുത്. ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ കർത്തദാസന്മാരെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി എങ്കിൽ ഹല്ലേലൂയ അവർ കർത്താവിന്റെ വേല ചെയ്ത് അവർ കടന്നുപോയി. ദൈവദാസിമാരെ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമാകുവാൻ. എന്റെ വാക്ക് ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവമക്കളെ കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് അനേക പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അനേകരെ ഫോണിലൂടെ വിളിച്ച് ആശ്വസിപ്പിക്കുവാൻ എന്റെ ഹല്ലേലൂയ സാക്ഷ്യം അനേകർക്ക് ആശ്വാസമായി എന്ന് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. സാക്ഷികളുടെ വലിയൊരു സമൂഹം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ ആ സാക്ഷികളുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ നമുക്ക് യോബിനെ അറിയാം. ഹല്ലേലൂയ യോബ് കഷ്ടതയിലൂടെ പോയതുകൊണ്ടാ ഇന്ന് നമ്മൾ പറയുന്നത്, പലപ്പോഴും യോബിനെ എടുത്ത് നമ്മൾ പ്രസംഗിക്കുന്നത് യോബിന്റെ കഷ്ടതയല്ലേ. ഹല്ലേലൂയ ഇന്ന് സഹോദരിമാരായ നമ്മളെ ഹല്ലേലൂയ ഈ കഷ്ടതയിലൂടെ ഈ വൈദവ്യത്തിലൂടെ കടത്തിവിടുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മളെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചു കേട്ടോ. ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുക എന്റെ കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിച്ചു. ഹല്ലേലൂയ കാരണം ഞാനൊരു ഹല്ലേലൂയ ഒരു കർത്താവിന്റെ ദാസിയായി ഹല്ലേലൂയ ഭാര്യയായി കർത്താവിന്റെ ദാസിന്റെ ഭാര്യയായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നും എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എവിടെയൊക്കെയോ ഒരു ശൂന്യത, എവിടെയൊക്കെയോ ഹല്ലേലൂയ ഒരു പൂർണ്ണതയില്ലാത്ത അനുഭവം. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഹല്ലേലൂയ എന്നെ ഒന്ന് പൂർണ്ണമായി എന്റെ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാൻ, ഉള്ളു തുറന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്റെ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ എനിക്കാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ നിങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോ ഒത്തിരി പാടുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഈവൻ പ്രസംഗിക്കുന്നവരായിരിക്കാം. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത, എവിടെയൊക്കെയോ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ നീ എന്നെ പണിയണമേ എന്ന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഒരു കുശവന്റെ കയ്യിലുണ്ടല്ലോ പണിയപ്പെടാൻ തുടങ്ങുമ്പോൾ അതൊരു ഈസി പ്രോസസ് അല്ല കേട്ടോ. അവന്റെ കയ്യിലിരുന്ന് നമ്മൾ ചിലപ്പോൾ ചീത്തയായി എന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കുശവനുണ്ടല്ലോ ചീത്തയായി പോകുമ്പോൾ ഈ ലോകത്തിലുള്ള കുശവനെ പോലെ എറിഞ്ഞു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ നമ്മളെ എറിഞ്ഞു കളയാതെ പിന്നെയും രൂപപ്പെടുത്തിയെടുത്ത് ഹല്ലേലൂയ പിന്നെയും കൊള്ളാകുന്ന നല്ല മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു കുശവന്റെ കയ്യിലിരുന്ന നമ്മൾ പണിയപ്പെടുന്നതെങ്കിൽ നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും ഉടഞ്ഞ പാത്രം പോലെ ആയിപ്പോ എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഹല്ലേലൂയ ഈ ഉടഞ്ഞ പാത്രത്തെ മാനപാത്രമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ എന്നെയും കർത്താവ് പണിയാൻ തുടങ്ങിയപ്പോൾ അത് നിസ്സാരമായുള്ള വേദനയല്ല കേട്ടോ. ഹല്ലേലൂയ ആ വേദന ഇച്ചിരി ആഴത്തിലുള്ള വേദനയാ. ഹല്ലേലൂയ അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഇതിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒറ്റപ്പെടൽ എന്താണ്, ശൂന്യത എന്താണ്, ഏകാന്തത എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരി, പ്രിയ മാതാക്കളെ, ഹല്ലേലൂയ കുടുംബജീവിതമുണ്ട് എങ്കിലും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ പോകുന്നവരുണ്ട്. ഭർത്താവുണ്ട്, എന്നാൽ ഹല്ലേലൂയ ഒരു ഭവനത്തിൽ ഹല്ലേലൂയ വേദന സഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഭർത്താവ് ഉണ്ടെന്നുള്ള പേരിൽ ജീവിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയവരുണ്ട്. ഹല്ലേലൂയ അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞ ദിവസവും ഹല്ലേലൂയ ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, പ്രിയ സഹോദരി വേദനിക്കേണ്ട. ഹല്ലേലൂയ ജീവിതത്തിൽ എന്നും നമ്മൾ ഹല്ലേലൂയ ഒറ്റയ്ക്കാ. ഹല്ലേലൂയ നമ്മൾ കുടുംബമുണ്ട്, ജീവിതമൊക്കെ ഉണ്ട്, എങ്കിലും ജീവിതത്തിന്റെ യഥാർത്ഥമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ എന്നും ഒറ്റയ്ക്കാ ദൈവമക്കളെ. ഹല്ലേലൂയ ഭർത്താവ് ഉണ്ടെങ്കിലും ഹല്ലേലൂയ മരണക്കിടക്കയിൽ
കിടന്നപ്പോൾ, മരണത്തിന്റെ ആ താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഒറ്റയ്ക്കായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ആ മരണക്കിടക്കയിൽ അല്ലെങ്കിൽ ആ മരണത്തിന്റെ താഴ്വരയിലൂടെ താൻ കടന്നുപോയപ്പോൾ എനിക്കൊരിക്കലും കൂടെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന്റെ വചനം അങ്ങനെ തന്നെ പറയുന്നു, കൂരിരുളിന്റെ താഴ്വരയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഭാര്യ കൂടെ ഇരിക്കാമെന്നല്ല, ഭർത്താവ് കൂടെ ഇരിക്കാമെന്നല്ല, മക്കൾ കൂടെ ഇരിക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവ് കൂടെ ഇരിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. എന്നാൽ ഹല്ലേലൂയ ഈ ഭൂമിയിലെ ജീവിതം വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇന്നും ഒറ്റയ്ക്കാ. ഹല്ലേലൂയ. നാളെ ഹല്ലേലൂയ ഭർത്താവ് ഉള്ളവർ നാളെ ഭർത്താവ് ഇല്ലാത്തവരായി ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭാര്യമാരില്ലാത്തവരായി ജീവിക്കേണ്ടി വരും. ഞാനും എന്റെ പ്രിയപ്പെട്ടവനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആ കോവിഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി സംസാരിക്കുന്നവരായിരുന്നു. ഞങ്ങൾ ഒത്തിരി വർത്തമാനം ഇങ്ങനെ കൂട്ടുകാരെ പോലെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, മരണത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആ കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ ഓർക്കുകയാണ്, ഹല്ലേലൂയ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ സമയത്തൊക്കെ അനേക ഫുണറലുകളൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറയും, ഒരിക്കൽ ഹല്ലേലൂയ ഞാൻ പോകണം, അല്ലെങ്കിൽ വിനോദൻ പോകണം. ഒരിക്കലും വിചാരിച്ചില്ല കോവിഡ് കൊണ്ടുപോകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ, ഒരിക്കൽ ഞങ്ങളിൽ ഒരാൾ പോകണമല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ പറയും, നീ എന്തിനാ പേടിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ചപ്പും ചവറും ഓർത്താണോ നിന്റെ പേടിയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ആ സന്തോഷം ഓർത്താൽ എന്റെ പ്രിയപ്പെട്ടവൻ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ നടക്കുവാൻ, കർത്താവിന്റെ കൂടെ ഹല്ലേലൂയ വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. മരണത്തെക്കുറിച്ച് ഹല്ലേലൂയ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ എങ്കിലും കോവിഡ് വന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അവസാന വർഷങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് പ്രത്യാശയുടെ പാട്ടുകൾ, കർത്താവിന്റെ വരവ്, കർത്താവിനോട് കൂടെ. എനിക്കറിയത്തില്ല തന്റെ സന്തോഷമൊക്കെ കർത്താവിനോട് കൂടെയുള്ള ആ സ്വർഗത്തിലെ സന്തോഷമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഞാൻ വിചാരിക്കുകയാണ്, ഹല്ലേലൂയ തന്റെ ആഗ്രഹം പോലെ കർത്താവ് തന്നെ വിളിച്ചതായിരിക്കാം. ഹല്ലേലൂയ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ വേല ഓടി നടന്ന് ആ വർഷങ്ങൾക്കുള്ളിൽ ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചത് താൻ ഹല്ലേലൂയ ശക്തമായി ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം. ഹല്ലേലൂയ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് ഉറപ്പാക്കണം കേട്ടോ. കാരണം ഹല്ലേലൂയ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? കർത്താവ് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ ഹല്ലേലൂയ അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയ ഒരു വ്യക്തിയാ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ കർത്താവ് എനിക്ക് തന്ന സമയങ്ങൾ ഹല്ലേലൂയ ഞാൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒക്കെ പോയി. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്കാകുവാൻ കഴിഞ്ഞില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവൻ പോയ അത് എനിക്കാണ് വിലയേറിയത്. പക്ഷെ ദൈവത്തിന് ഹല്ലേലൂയ ഭക്തന്മാരുടെ മരണം കർത്താവിന് ഹല്ലേലൂയ വിലയേറിയതാ. കർത്താവ് ഹല്ലേലൂയ പറയുന്നത്, മകനെ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് നീ ചെയ്തു. ഹല്ലേലൂയ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തു. ഹല്ലേലൂയ ബാക്കി വെച്ചിട്ട് പോയെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവനെ ഏൽപ്പിച്ചത് ചുരുങ്ങിയ വേളയിൽ ഹല്ലേലൂയ ഈ നമുക്കറിയാം ഹല്ലേലൂയ ഈ സ്റ്റേജിലൊക്കെ ഹല്ലേലൂയ നാടകമൊക്കെ നടക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ആ റോൾ കഴിയുമ്പോൾ അവർ കടന്നുപോകും എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവന്റെ റോൾ കഴിഞ്ഞു, താൻ കടന്നുപോയി. എന്നാൽ എന്നെ ഏൽപ്പിച്ചത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. ഹല്ലേലൂയ അതുകൊണ്ട് കർത്താവിന് ഹല്ലേലൂയ എന്നെ ആ കംഫോർട്ട് സോണിൽ നിന്ന് ഇളക്കേണ്ടി വന്നു. ചില കംഫോർട്ട് സോണുകളൊക്കെ നമ്മൾ ഹല്ലേലൂയ വിടേണ്ടി വരും ദൈവമക്കളെ. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ പറക്ക പഠിപ്പിക്കണമെങ്കിൽ ആ കംഫോർട്ട് സോൺ വിട്ടേ പറ്റാത്തുള്ളൂ. ഹല്ലേലൂയ നമുക്കറിയാം ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ഹല്ലേലൂയ പറക്ക പഠിപ്പിക്കുന്ന ആ കൂട് കൊത്തി പൊളിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ തള്ള കഴുകൻ ഹല്ലേലൂയ ക്രൂരയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ല ദൈവമക്കളെ, ഹല്ലേലൂയ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ, എന്നെങ്കിൽ മാത്രമേ പറക്ക പഠിക്കത്തുള്ളൂ. ഹല്ലേലൂയ എന്നതുപോലെയാണ് എന്റെ ജീവിതത്തിലും ഹല്ലേലൂയ ആ കംഫോർട്ട് സോൺ വിടേണ്ട ആവശ്യം വന്നു. കാരണം ഞാൻ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടവനെ ആശ്രയിച്ചാണ് ഞാൻ ജീവിച്ചത്. ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവന്റെ ഹല്ലേലൂയ ആ കരവലയത്തിനുള്ളിൽ ഹല്ലേലൂയ ഞാൻ സ്വസ്ഥയായിട്ടിരുന്ന ഹല്ലേലൂയ ആ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത വ്യക്തിയാ. ഞാൻ വിചാരിച്ചു മരണം വരെ എന്നോടൊപ്പം ഹല്ലേലൂയ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഈ ഭൂമിയിൽ നാം മുറുകെ പിടിക്കുന്നതൊക്കെ ഇവിടെ വിട്ട് ഹല്ലേലൂയ നമ്മൾ പോയേ മതിയാകൂ. മക്കളെയാണോ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്? നിങ്ങളുടെ ജോലിയാണോ? നിങ്ങളുടെ പൊസിഷനാണോ? എന്തായിരുന്നാലും ഹല്ലേലൂയ ഒരു ദിവസം ഇതൊക്കെ നമ്മൾ ഇവിടെ വിട്ടേ മതിയാകൂ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ആ ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ കിടന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഹല്ലേലൂയ അങ്ങനെ ഞാൻ വിചാരിച്ചു, അനേകർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ വളരെ ശക്തമായ പ്രാർത്ഥന. ഹല്ലേലൂയ 24 മണിക്കൂറും ഹല്ലേലൂയ എവരി ഡേ 24/7 ആ മീറ്റിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അനേകര് ഞാൻ അറിയാത്ത അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ ആ കോവിഡിന്റെ സമയത്ത് ഈ പ്രയർ ലൈനിൽ കയറി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവജനം കയറിയെന്ന് എനിക്കിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സഭാ വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ ദേശത്തൊരു ഉണർവ് നടക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരണം. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവന്റെ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചത്. സഭാ വ്യത്യാസമില്ലാതെ ദൈവദാസന്മാർ വേദിയൊന്നും കൊടുക്കണ്ട, അവരവര് കയറി ശുശ്രൂഷിച്ചു. ആർക്കും അവസരങ്ങളൊന്നും നൽകേണ്ടി വന്നില്ല. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദിയായിരുന്നു അത്. അനേക ദൈവദാസന്മാർ അനേക ഇടങ്ങളിൽ നിന്ന് കയറി ദൈവവചനം പറഞ്ഞു, പാട്ടുപാടി
പാടി ഹല്ലേലൂയ അവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി. ജനുവരി 30 ഹല്ലേലൂയ 31 ഡിസംബർ 30 31 ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ 30-ാം തീയതിയൊക്കെ ആയപ്പോൾ ആ കൺസൾട്ടന്റ് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ വിളിക്കും, സംസാരിക്കും. ഇതിന്റെ ഇടയിൽ എനിക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. ഞങ്ങളിങ്ങനെ വീഡിയോ കോളിൽ എല്ലാവരെയും വിളിച്ച് കാണും, സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ടവൻ സംസാരിക്കുന്നുണ്ട്, എന്റെ സഭയിലുള്ള വിശ്വാസികളോട്, എന്റെ സഹോദരങ്ങളോട്, മാതാവിനോട് ഒക്കെ സംസാരിക്കുന്നുണ്ട് വീഡിയോ കോളിലൂടെ. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫുഡ് ഞാൻ കൊടുത്തു വിടുവാൻ അവരെന്നെ അനുവദിച്ചു. ആ സമയത്ത് ഫുഡൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് ആയതുകൊണ്ടാണോ എന്താണോ എനിക്കറിയില്ല. ആ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ പ്രിയപ്പെട്ടവന് ഞാൻ ആഹാരം കൊടുത്തു വിടും. അപ്പോഴും ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ ഒരു പോസ്റ്റ് കാർഡിൽ ഹല്ലേലൂയ അനേക ദൈവവചനങ്ങൾ എഴുതി ഞാൻ ആ ഫുഡിന്റെ കൂടെ കൊടുത്തുവിടും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഡിസംബർ 30-ാം തീയതി ഒരു കൺസൾട്ടന്റിനോട് സംസാരിക്കുമ്പോൾ അവരും എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ സിസിലിനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിലും അവൻ ബെറ്റർ ആയി വരുന്നുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ജനുവരി 1-ാം തീയതി ഡിസംബർ 31 എന്റെ പ്രിയപ്പെട്ടവനില്ലാത്ത ഹല്ലേലൂയ ഇയർ എൻഡിങ് മീറ്റിംഗ് സൂമിലൂടെ ഹല്ലേലൂയ അതൊക്കെ ജോയിൻ ചെയ്തു. 1-ാം തീയതി മോർണിംഗിൽ എന്റെ പ്രിയപ്പെട്ടവൻ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഒത്തിരി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്, നെബുലൈസർ ഒന്നുമില്ലാതെ ചെയറിൽ എല്ലാ ദിവസവും ചെയറിനകത്തേക്ക് ഇരുത്തും, ചെയറിലിരുന്ന് ഹല്ലേലൂയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആ ജനുവരി 1-ാം തീയതി എനിക്ക് മെസ്സേജ് ഇട്ടു, എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ സന്തോഷിച്ചു. ഞാൻ വിചാരിച്ചു, ദൈവമേ 2021 ജനുവരി 1-ാം തീയതി കർത്താവെ ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളെ ഇതിലൂടെ കടത്തിവിട്ടതായിരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ മുമ്പോട്ട് നയിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ വളരെ സന്തോഷമായി എല്ലാവർക്കും മെസ്സേജ് ഇട്ടു. എല്ലാ ദിവസവും എന്റെ മോന് എല്ലാവർക്കും മെസ്സേജ് ഇടും, അപ്ഡേറ്റ് അറിയിക്കും. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും അറിയാൻ. അപ്പോഴൊക്കെ സുഖമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഇട്ടു. എന്നാൽ ജനുവരി 2-ാം തീയതി രാവിലെ എന്റെ പ്രിയപ്പെട്ടവൻ ബ്രേക്ക്ഫാസ്റ്റിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ വിളിക്കുന്നതാണ്. അന്ന് വിളിക്കുന്നില്ല, എനിക്ക് പ്രാളമായി. 10 മണിയായി, ഒരു അനക്കവും ഇല്ല. രാവിലെ 10 മണിയായിട്ട്. അപ്പോൾ എന്റെ ഒരു സഹോദരിയെ ഞാൻ വിളിച്ചു. ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അവള് ഹൈ ഡിപെൻഡൻസിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, അഭിനന്ദിച്ച് ഇതുവരെ വിളിച്ചില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ. അപ്പൊ അവൾക്ക് ഐസിയിലോട്ട് കയറാൻ പറ്റത്തില്ല, പക്ഷെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാം, വാതിലിൽ നിന്ന് ഇങ്ങനെ കാണാം. അപ്പൊ കട്ടൻ മാറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ ചെയറിലല്ല, ബെഡിൽ തന്നെയുണ്ട്. ബെഡിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് അവളെ കണ്ടപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു ഓക്കെ ആണ് എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിന്റെ വിശ്വാസിയാ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജി സാരമില്ല, പാസ്റ്റർ അല്പ ടയേർഡാന്ന് തോന്നുന്നു, അതുകൊണ്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ബെഡിൽ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതി. ഒരു 12 മണി ആയപ്പോൾ ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജി സിസില് സിപാപ്പും പിന്നെ ഈ ഹൈഫ്ലോ ഓക്സിജൻ ഒന്നും ടോളറേറ്റ് ചെയ്യുന്നില്ല, ശരീരമൊക്കെ ടയേർഡ് ആവുക, അതുമായിട്ട് കോപ്പ് ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ല, ശരീരം ബലഹീനമാകുക, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററിലേക്ക് മാറ്റാം, അപ്പോൾ ശരീരത്തിന് ഒരു റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ എനിക്ക് ഭയങ്കര വിശ്വാസം. ആ സമയത്തൊന്നും അനേകർ എന്നെ വിളിക്കുന്നുണ്ട്, സാച്ചുറേഷൻ എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ അളവെന്താ, അത് അളവെന്താ, ഈ അളവെന്താ, എക്സ്റേ എടുത്ത്, ഒത്തിരി ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്റെ വിശ്വാസം ഭയങ്കരമായിട്ട് അങ്ങ് വർദ്ധിച്ചു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാ, എക്സ്റേ എന്തിനാ, എന്റെ കർത്താവ് എക്സ്റേക്കൊക്കെ പരിധികളുണ്ടല്ലോ, എന്റെ കർത്താവ് അഗ്നിനേത്രങ്ങളോട് കൂടിയവനായ എന്റെ കർത്താവിന് ഇതൊക്കെ ഹല്ലേലൂയ കാണാൻ കഴിയുമല്ലോ, ഇതൊക്കെയാ ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ വെന്റിലേറ്ററിലോട്ട് കയറുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഒരു വെപ്രാളം ഒന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു എന്റെ പ്രിയപ്പെട്ട ഒരു റെസ്റ്റ് കിട്ടാനല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ വെന്റിലേറ്ററിൽ ഇടുന്നതിന് മുമ്പെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് വന്ന് കാണാം എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ദൂരമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുക, എന്റെ കാലുകൾക്കൊക്കെ എങ്ങനെയാ ശക്തി കിട്ടിയതെന്ന്. ഞാൻ ഓടി ഒറ്റയ്ക്കാ പോകുന്നത്. നമുക്ക് ബന്ധുമിത്രാദികളില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവളെ പോലെ ആയിപ്പോയ സാഹചര്യങ്ങളാ. എന്റെ സഭാവിശ്വാസികളുണ്ട്, അവർക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു. ഞാൻ കേട്ടിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയെന്ന്. പക്ഷേ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ചൈൽഡ്ഹുഡ്, എന്റെ ജീവിതമെല്ലാം സന്തോഷം. പക്ഷെ ഞാൻ ആരുമില്ലാത്തവളെ പോലെ ആയ അനുഭവങ്ങൾ. ആ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഓടിപ്പോകുമ്പോൾ, ആ ബാക്ക് ഡോറിലൂടെ കടന്നു പോകുമ്പോൾ സെക്യൂരിറ്റി എന്നോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്നെ അറിയാം, എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഓടുന്നത്, നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണ്. ഞാൻ ഓടി ആ കോറിഡോറിലൂടെ കയറി.
ആ ICUലേക്ക് ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ ചാരി ബെഡിൽ ഇരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് താൻ അതിശയപ്പെട്ടു പോയി, എങ്ങനെ ഞാൻ അവിടെ എത്തി എന്നുള്ളത്. പെട്ടെന്ന് കണ്ണുകളൊക്കെ നിറഞ്ഞു എന്നെ കണ്ടപ്പോൾ. അപ്പൊ എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അടക്കി പിടിച്ച് കാരണം ഒരു ധൈര്യവും വിട്ടുകളയാതെ, കാരണം ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവിനെ വെന്റിലേറ്ററിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ നിലവിട്ട് കരയാമായിരുന്നു. എന്നാൽ ദൈവം എന്നെ ബലപ്പെടുത്തി. അതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാ ദൈവമക്കളെ. പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി, ശക്തിപ്പെടുത്താൻ ഹല്ലേലൂയ ഒരു ദൂതനെ അയക്കൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. എന്നെ കർത്താവോട് ധൈര്യപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ എന്നെ കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ ഡോക്ടർമാർ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറയുവാനിടയായി, ഡോക്ടർമാർ പറഞ്ഞു എന്നെ ഒരു വെന്റിലേറ്ററിലേക്ക് ഇടണമെന്ന് അവർ പറഞ്ഞത്. അന്നെങ്കിൽ അവർ വളരെ ശാന്തനായിട്ട് പറയുക, എന്നെങ്കിൽ അത് അവരിത് ചെയ്യട്ടെ. എനിക്കറിയത്തില്ല അതിന്റെ ആഴം മനസ്സിലായില്ലയോ എന്തോ എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അവരത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ ചെയ്യട്ടെ, എനിക്കിനി ചുമയ്ക്കാൻ വയ്യ. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ചുമയ്ക്കാൻ വയ്യ എന്ന് പറഞ്ഞു. എന്റെ നെഞ്ചൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പം വെന്റിലേറ്ററിൽ ഇടുമ്പം ഒരു റെസ്റ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, ബിനോഷ വെന്റിലേറ്ററിൽ ഇടുമ്പോ എന്തൊക്കെയാണെന്ന് അറിയാം, ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്ത ആളല്ല, അതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, അതൊക്കെ ഞാൻ വിശദമാക്കി കൊടുത്തു. അപ്പോൾ അവിടെ ആ ബെഡ് സൈഡിൽ വെന്റിലേറ്ററിലേക്ക് ഇടാനുള്ള എല്ലാ സാധനങ്ങളും സജ്ജീകരിച്ച് അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ ബെഡിൽ വേറൊരാളെ വെന്റിലേറ്ററിൽ ഇടുന്നു. ഡോക്ടർമാരൊക്കെ ഭയങ്കര തിരക്കാ, വളരെ തിരക്കുള്ള ദിവസങ്ങളാ ദൈവമക്കളെ. ഓരോരുത്തർ മരിക്കുന്നു, വെന്റിലേറ്റർ ആകെ തിരക്കാ. അപ്പം എന്നോട് പറയുക, അവരോട് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിൽ ഇടാൻ പറ. ഞാൻ പറഞ്ഞു, ബിനോഷിനെ അങ്ങനെ എമർജൻസിയിൽ ഒരു വെന്റിലേറ്ററിൽ ഇടേണ്ട ഒരു വിഷയമൊന്നുമില്ല, അതുകൊണ്ട് ഹല്ലേലൂയ അവര് സാവധാനത്തിൽ ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അവരെ വീഡിയോ കോൾ വിളിച്ച് അവരെ കാണുവാനിടയായി തീർന്നു. എനിക്ക് പലതും ചോദിക്കാൻ പേടിയാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മരിച്ചു പോകുമെന്നോർത്താണോ ഞാനിത് ചോദിക്കുന്നതെന്ന് താൻ വിചാരിച്ചാലോ, അങ്ങനെ വിശ്വാസം. ഞാൻ ചോദിച്ചു, ബിനോഷിന് വിശ്വാസമില്ലേ നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കുമെന്ന്? അപ്പം ഒത്തിരി ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് ഓർമ്മിപ്പിച്ചുണർത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ വിശ്വാസം കുറഞ്ഞു പോയോ? എന്റെ ചിന്ത ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ചുറ്റുപാടുള്ളവർ ഇങ്ങനെ ഓരോരുത്തർ മരിക്കുമ്പം വിശ്വാസം പോയോ എന്നൊക്കെ ചിന്ത എനിക്കുണ്ട്. അപ്പൊ പറഞ്ഞു വിശ്വാസം ഇല്ലേ? അപ്പൊ പറഞ്ഞു, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. താൻ ഒത്തിരി പാട്ടുകളെ ഇഷ്ടപ്പെട്ടിരുന്നു, പാട്ടുകാരനൊന്നും അല്ലെങ്കിലും ഒത്തിരി പാട്ടുകളെ ഇഷ്ടപ്പെട്ട വ്യക്തിയാ. അപ്പൊ തന്നെ വളരെ ലോ വോയിസിൽ പാടാൻ അങ്ങനെ ചുമയ്ക്കും, അങ്ങനെ വയ്യ എങ്കിലും വളരെ ലോ വോയിസിൽ താൻ ഒരു വാക്ക് മതി എന്നുള്ള ആ പാട്ടിന്റെ ഈരടികൾ പാടുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു, ബിനോഷിന് ആരെങ്കിലും കാണണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ചോദിച്ചു, കർണാടകയിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആഴ്ചയും ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, കർണാടകയിൽ ദേവദാസന്മാരൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. അത് പിന്നീടാണ് എനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ കടന്നു ചെന്നിട്ട് അവിടെ ഒരു സ്നാന ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കർണാടകയിലേക്ക്. പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ ആ ദേവദാസനെയൊക്കെ അവിടെയുള്ള നാട്ടുകാരെടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്ത വിവരമൊക്കെ താൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നോട് ചോദിച്ചു, കർണാടകയിൽ ദേവദാസന്മാരൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നോ, അവരൊക്കെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ബിനോഷ് അവരൊക്കെ ഓക്കെയാ എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. തനിക്ക് ഹല്ലേലൂയ മറ്റുള്ള കാര്യങ്ങളൊന്നും താൻ എന്നോട് ചോദിച്ചില്ല. കുഞ്ഞുങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ അങ്ങനെ ആശ്രയിച്ച ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഈ UK ജീവിക്കുന്നതെങ്കിലും ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഒരു ബാങ്ക് കാർഡ് എനിക്കില്ല. ഒരു ബാങ്കിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്നിനെ പറ്റി ഒരു ബോധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു പൈസ പോലും ഞാൻ പോയി എടുക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവൻ കർണാടകയിലേക്ക് പോകുമ്പോൾ കുറച്ച് പൈസയൊക്കെ എടുത്ത് എനിക്ക് തരും. കാർഡ് യൂസ് ചെയ്യാൻ എന്നോട് പറയും. ഞാൻ പറയും, എനിക്ക് വേണ്ട, ബിനോഷിന് എടുത്ത് തന്നാൽ മതി. കാരണം ഇതൊക്കെ എനിക്ക് അങ്ങ് ഭയങ്കര മെനക്കെട്ടിയ ഒരു കാര്യം. ഈ ബാങ്ക് ബില്ലുകൾ അടയ്ക്കുക, ഇതൊന്നും എനിക്ക് ജോലി ചെയ്യണം, തിരിച്ചു വരും, പിന്നെ എന്താ പറയുന്നത്, വീട്ടിലെ കാര്യം നോക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈവൻ കർണാടകയിൽ ഈ വേലയൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെ പൈസ പോകും, എങ്ങനെ അയക്കുന്നു, എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത് എനിക്കറിയാം. ശമ്പളം അവിടെ ചെല്ലുന്നുണ്ട്, അല്പം എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ ഞാൻ ചെയ്യും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഈ ഭൂമിയിൽ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും നേടാൻ ആഗ്രഹിച്ചില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ട്യൂഷൻ പോലും കൊടുക്കണമെന്ന് പറയുമ്പോൾ പറയും, ഇല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവർ പഠിച്ചോളൂ, അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ട് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവമക്കളെ. ഈ ലോകത്ത് വലിയൊരു വീടൊക്കെ ഇവിടെ മേടിച്ച് സെറ്റ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചുപോയി കർണാടകയിൽ കർത്താവിന്റെ വേല ചെയ്യണം. ഈ വർഷം താൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാ. കർണാടകയിൽ പോയി
പോയി കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാ. കുറച്ചു നാൾ കൂടെ ഞാനും ജോലി ചെയ്ത് ഞാനും കൂടെ ചെല്ലണം, ഇതാണ് താൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അന്നേരമൊക്കെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാം, ഡാഡി നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം, പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട്, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട, ഡാഡി കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നമ്മളും അതിന്റെ ഒരു ഭാഗമാ. അതുകൊണ്ട് കർത്താവ് ആർക്കും കടക്കാരനല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് മാറ്റി തരും എന്നൊക്കെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആ ചെറിയ പ്രായത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴൊക്കെ ഈ അല്പം ജോലിയൊക്കെ എക്സ്ട്രാ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാം, അതാണ് കർത്താവിന്റെ പദ്ധതി എന്ന് ഞാൻ കരുതി ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ പദ്ധതികൾ നമ്മുടെ വഴികളൊന്നുമല്ല. ഹല്ലേലൂയ, കർത്താവിന്റെ വഴികൾ നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ കർത്താവിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ, അതൊക്കെ വളരെ വിചിത്രമായതാ. ആ സ്വർഗത്തിലിരുന്ന് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കർത്താവ് ചെയ്യുന്നു. ഹല്ലേലൂയ. അന്നേരം എനിക്ക് വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവന് ചോദിക്കായിരുന്നു, ബിജുമോളെ ബാങ്ക് കാർഡ് എവിടെയാന്ന് അറിയാമോ? എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ഞാൻ കർണാടകയിൽ ചെന്നിട്ട് പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലായാൽ ഒരു അല്പം പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊക്കെ പഠിക്കണ്ടേ? അപ്പൊ ഞാൻ പറയും, അപ്പൊ ബിനോഷ് അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ മതി, അപ്പൊ അതുപോലെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. മക്കളെ, അതൊന്നും എന്നോട് ചോദിച്ചില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ വെന്റിലേറ്ററിൽ, എന്റെ മുന്നിൽ അധികം സമയം ഇല്ലെന്ന് തോന്നുന്നു, ഹല്ലേലൂയ വെന്റിലേറ്ററിലേക്ക് കയറുന്ന ആ നിമിഷം ഹല്ലേലൂയ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോ എന്നോട് പറഞ്ഞു, നീ സൂക്ഷിക്കണം, എന്നോട് ഇത്രേ പറഞ്ഞോളൂ, നീ സൂക്ഷിക്കണം, വീട്ടിൽ ചെന്നിട്ട് കുളിക്കണം, ഇവിടെ ഒന്നും നല്ലതല്ല, ഈ ICU നല്ലതല്ല, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ നല്ലതാ, നഴ്സുമാർ അവരൊക്കെ നല്ലതാ, പക്ഷെ ICU നല്ലതല്ല, ഇവിടുത്തെ അനുഭവങ്ങൾ നല്ലതല്ല, ഇവിടുത്തെ ഒന്നും നല്ലതല്ല, നീ കൈ കഴുകുക, ഒരു ഗ്ലൗസും കൂടെ ഇടും. ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ് ഇടാതെ അവിടെ നമ്മളെ കയറ്റത്തില്ല, ഏപ്രിൻ ഇട്ടിട്ടുണ്ട്, അതൊന്നും ഇടാതെ നമ്മളവിടെ കയറ്റത്തില്ല. പക്ഷെ വീണ്ടും എന്നെ കൊണ്ട് ഒരു ഗ്ലൗസും കൂടി ഇടിച്ചിട്ട് കൈ പിടിച്ച് അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിനോദം പ്രാർത്ഥില്ല, നീ പ്രാർത്ഥിച്ചോ. അപ്പൊ എനിക്ക് ദൈവം തന്ന ആ ബലത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ താൻ സ്തോത്രം പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരു ദിവസം ഫുഡിന്റെ കൂടെ എഴുതി കൊടുത്തു വിട്ട ഒരു വാക്യമായത്. അപ്പൊ ആ വാക്യം അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട്, ഞാൻ ആ പ്രാർത്ഥനയുടെ ഇടയിൽ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, ആ വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ നല്ല ഓർമ്മയും നല്ല ബോധവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെ വിളിച്ചു കാണിച്ചു. എന്നിട്ട് അതിനുശേഷം അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് അവിടെ വന്നപ്പോൾ അവർ ചോദിച്ചു, വായില് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡെഞ്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ പലർക്കും എന്നെ അറിയാം, കാരണം ഞാൻ ഈ ഡയാലിസിസിലാണ് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ ഈ ICUലൊക്കെ പോയി ജോലി ചെയ്യണം, ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പൊ പലർക്കും എന്നെ അറിയാം. അപ്പൊ എന്നോട് അവർ ചോദിച്ചു, നീ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. എന്റെ ഹസ്ബൻഡിനെ വെന്റിലേറ്ററിൽ ഇടുന്ന സമയത്ത്, ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഡെഞ്ചേഴ്സ് ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ബിനോസും തന്നെ പറഞ്ഞു, അത് എനിക്കൊരു ഒരു റൂട്ട് കനാൽ എന്ത് ചെയ്തപ്പോ ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഞാനത് പറയാൻ കാരണം അത്ര പോലും തനിക്ക് ഓർമ്മയുണ്ട്, അതുപോലും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നല്ല ഓർമ്മയിൽ ഇരിക്കുമ്പോഴാ. അപ്പം ഞാൻ പറഞ്ഞു, ബിനോശ ഞാൻ പുറത്ത് നിൽക്കാം, അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പം എനിക്കറിയാം, ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ വെന്റിലേറ്ററിലേക്ക് കയറും, പിന്നെ ബോധമൊന്നും ഇല്ല, ഇങ്ങനെ ഫുള്ളി പാരലൈസ് ചെയ്തതിന് ശേഷം ആ വെന്റിലേറ്ററിലേക്ക് ഇടുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഒരു യോഹന്നാനെ കൊണ്ടുപോയിട്ട് അനേക ദർശനങ്ങളെ കൈമാറിയതുപോലെ എന്റെ പ്രിയപ്പെട്ടവൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ദൈവിക ദർശനങ്ങളെ കാണണമെന്നും ഒക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാ. ഈ പത്മോസിന്റെ കാര്യങ്ങള്, അതുപോലെ പൗലോസിന്റെ കാര്യങ്ങള് താൻ വളരെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു പൗലോസിന്റെ ലേഖനങ്ങളും ഹല്ലേലൂയ, പൗലോസിന്റെ ചർമ്മലിഖിതങ്ങളും ഹല്ലേലൂയ, അവസാനം പുതപ്പും ഹല്ലേലൂയ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. ഇതൊക്കെ താൻ വളരെ സ്നേഹിച്ച ഭാഗങ്ങളാ. അപ്പൊ ഞാൻ പറഞ്ഞു, പത്മോസിന്റെ ഏകാന്തതയിൽ ഹല്ലേലൂയ ഏകാന്തതയിൽ ഒരു യോഹന്നാനെ കൊണ്ടുപോയതുപോലെ ഹല്ലേലൂയ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് ഇവിടം വരെ മാത്രമേ വരുവാൻ കഴിയത്തുള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് വരാൻ കഴിയത്തില്ല. ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കുക, ദൈവം എന്തിനാ എന്നെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടം വരെ മാത്രമേ വരുവാൻ കഴിയുള്ളൂ, എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്ക് കടന്നു വരുവാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പത്മോസിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യം ഹല്ലേലൂയ, മരുഭൂമിയിൽ കേട്ട ദൈവ ശബ്ദം വിനോസിന് കേൾക്കുവാൻ കഴിയും ഹല്ലേലൂയ എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു.
അതിനുശേഷം ഞാൻ ആ കോറിഡോറിലൂടെ ഹല്ലേലൂയ ഞാൻ പുറത്തേക്ക് പോവുക. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഹല്ലേലൂയ പോകുന്ന സമയത്ത് അപ്പൊ താനിങ്ങനെ തന്നെ കിടത്തണം, എന്നാൽ താനിങ്ങനെ ബെഡിൽ ചാരി ഇരിക്കുക. ചാരി ഡോക്ടേഴ്സ് എല്ലാം വന്നു. അപ്പൊ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പകുതി കോറിഡോർ ആ പകുതി വഴിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. എത്തി നോക്കിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുമ്പോ ഉണ്ടല്ലോ ആ മുഖത്ത് ഭയങ്കര ഒരു പ്രകാശം. ഞാൻ ആ പ്രകാശം കണ്ടപ്പോ അന്ന് നല്ല സ്നോ വീഴുന്ന സമയം. അപ്പൊ ഞാൻ വിചാരിക്കുക ഇവിടെ ഒരു സൂര്യൻ ഇല്ലല്ലോ, സൂര്യപ്രകാശം ജനലിലൂടെ വരാൻ ഒരു സൂര്യപ്രകാശം ഇല്ലല്ലോ, എന്താണ് തന്റെ മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശം? ഒരിക്കലും അന്ന് വരെ ചിരിക്കാത്ത ഒരു ചിരി എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക. അതാ ഇന്നും എന്റെ എനിക്ക് ഇന്നും അവസാനമായിട്ടുള്ള കാഴ്ച ഓർക്കുമ്പോൾ എനിക്ക് അതാ എന്റെ മുഖത്തേക്ക് വരുന്നത്. ആ വെളിച്ചം, ആ പ്രകാശം ആ മുഖത്തിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ, പണ്ട് എന്റെ ചെറിയ പ്രായത്തിൽ ഈ അപ്പച്ചന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് പ്രകാശം അവർ മുഖത്തുണ്ടായിരുന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ദൈവമേ മരിക്കാൻ പോവുകയാണോ? എന്താ ഈ മുഖത്തിൽ പ്രകാശം? എന്റെ ഹൃദയത്തിനകത്തൂടെ ഇങ്ങനെ ഒരു വാള് കടന്നു പോകുന്ന പോലത്തെ ഒരു വേദന കടന്നുപോയി. എന്നിട്ട് ഞാൻ ആ കോറിഡോറിലൂടെ ഞാൻ കടന്നുപോയി. അവിടെ ഒരു റൂമില്, നിങ്ങൾ ഓർക്കണം, ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിനകത്തിരിക്കുകയാണ്. ആരും ഇല്ലാത്തവളായിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു സഹോദരി കടന്നു വരുവാനിടയായി തീർന്നു. അവിടുത്തെ അന്നത്തെ ഒരു ലീഡ് മേട്രനായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു ചേച്ചി കടന്നു വന്നു. ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അല്പം ഒരു 25-30 മിനിറ്റ് പോലും ആയില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ കടന്നു വന്നിട്ട് പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, വെന്റിലേറ്ററിൽ ഇട്ടു, നിനക്ക് വേണമെങ്കിൽ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യപ്പെട്ടവനായി ഒന്നും അറിയാത്തവനായിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഓർക്കണം, എന്റെ കൂടെ ആരുമില്ല. അവിടെ നിൽക്കാനുള്ള ശക്തിയൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പൊ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. എക്സ്റേ എടുക്കണം, ഇത് പൊസിഷൻ ആണോ എന്ന് നോക്കണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പുറത്ത് നിൽക്കാം, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ പുറത്ത് നിൽക്കാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം സമയങ്ങൾ കടന്നുപോയി. 8 മണി 8:30 ആയപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആൾക്കാർ വരുന്ന സമയമായി. അപ്പൊ ഞാൻ വിചാരിച്ചു നൈറ്റിലുള്ള ആൾക്കാരെയും കൂടെ കണ്ടിട്ട്, നഴ്സിനെയും കൂടെ കണ്ടിട്ട്, ഒന്നും കൂടെ കയറി കണ്ടിട്ട് പോകാമെന്നോർത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ അകത്തേക്ക് ആ നൈറ്റ് ആൾക്കാർ വന്ന സമയത്ത് വീണ്ടും ഞാൻ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനൊന്നും അറിയാത്തവനായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരു കൺസൾട്ടന്റ്, ഒരു ഡോക്ടർ, ഒരു സീനിയർ ഡോക്ടർ നിൽപ്പുണ്ട്. ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വളരെ ദയനീയമായി എന്നെ നോക്കി. ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരിക്കലും പേഷ്യന്റ് ആ ബെഡ് സൈഡിൽ നിന്ന് പറയത്തില്ല. നമ്മളൊരു ക്വയറ്റ് റൂം ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോയി ഒരു നഴ്സിന്റെ സാന്നിധ്യത്തിൽ ഒരു വിറ്റ്നസ്സോട് കൂടിയാണ് നമ്മളോട് സംസാരിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഡോക്ടർ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വിജയ, ഐ എം റിയലി സോറി, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഡാഡി വന്ന് കാണണമെങ്കിൽ അവരെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ സത്യത്തിൽ അന്നേരമാണ് ഞാൻ ഭയങ്കര ഒരു ഷോക്കായി പോയി അത് കേട്ടപ്പോ. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇന്ന് രാത്രി പോലും സർവൈവ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ആ ഡോക്ടർ എന്നോട് പറയുക. കുഞ്ഞുങ്ങളെ വിളിച്ച് കാണിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ തലയ്ക്കകത്ത് ഒരടി ഏറ്റവളെ പോലെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്റെ ഹൃദയം അങ്ങ് വേദനിച്ചു. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ പോരെ എന്റെ കുഞ്ഞുങ്ങള്? അപ്പൊ പറഞ്ഞു, ഇല്ല, അവർക്ക് കാണണമെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല, അവർക്ക് വേണമെങ്കിൽ നീ ഇപ്പോ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവന്റെ ബെഡ് സൈഡിൽ നിന്നാണ് ഇത് പറയുന്നത്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അവിടെ നിന്നും എന്റെ പ്രിയപ്പെട്ടവൻ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് അറിയത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ കോറിഡോറിലൂടെ പോകുമ്പോൾ വ്യക്തമായി, ദൈവമക്കളെ, വ്യക്തമായി ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. എന്റെ ചെവിയില്, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഇങ്ങനെ ദൈവശബ്ദം കേൾക്കുകയാണ്. സങ്കീർത്തനം 30-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഈ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങുന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ, എന്താ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്?
അപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ പറയുക, ഇല്ല, ഒരു വിടുതലുണ്ട് സന്ധ്യയെങ്കിൽ ഇതൊരു സന്ധ്യ, ഒരു ദൈവം എനിക്കൊരു വിടുതൽ തരും, ഇതാണ് ഞാൻ കേട്ടത് എന്നോർത്ത് ഞാൻ ഓടിച്ചെന്ന് എന്റെ കുഞ്ഞുങ്ങളെ ഫോൺ ചെയ്തു. ഞാൻ 2 കുഞ്ഞുങ്ങളും കൂടെ വീട്ടിൽ നിന്ന് അവർ ഓടി ഹോസ്പിറ്റലിലേക്ക് വരുക. ഞാൻ ആ ബെഡ് സൈഡിൽ നിൽക്കുമ്പോൾ എന്റെ 2 കുഞ്ഞുങ്ങളും കയറി വരിക. അപ്പൊ എന്റെ ഇളയ മോന് അവൻ ഹല്ലിയ, അവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവന്റെ ഹൃദയം ഇങ്ങനെ, അവന്റെ മുഖം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി, അവന്റെ ഹൃദയം പുറത്തു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അത്രമാത്രം ആ കുഞ്ഞ്, അവനങ്ങനെ കരഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ മൂത്ത മോന് ദൈവം ഒരു ധൈര്യം കൊടുത്തു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, എന്റെ മോന് അവനോട് പറയണം എന്താണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനോട് വിവരങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്റെ മോനോട് എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. അവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ തോളിലേക്ക് കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞു, മമ്മി, ഡോക്ടർമാർ പറഞ്ഞ് ഇനി ഇല്ല എന്ന് പറയുന്നിടത്താ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതെന്ന് എന്റെ കുഞ്ഞ് എന്നോട് പറയാനിടയായി. അപ്പോൾ എവിടെ നിന്നല്ലാത്ത ഒരു ധൈര്യം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നു. അവൻ, മമ്മി എന്തിനാ കരയുന്നത്, നമ്മുടെ കർത്താവ് ഇവിടെയാ പ്രവർത്തിച്ചു തുടങ്ങുന്നതെന്ന് പറയാനിടയായി തീർന്നു. ഇളയ കുഞ്ഞ് അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ അത് ജനുവരി 2-ാം തീയതിയാ. ആ ജനുവരി 2-ാം തീയതി തൊട്ട് ഓരോ ദിവസവും ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ കടന്നു പോകും. അവിടെ ചെന്ന് ചില സമയങ്ങൾ ചിലവിടുവാൻ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ, കാലെ പിടിച്ചാണോ, കൈ പിടിച്ചാണോ, കവന്നു കിടന്നാണോ, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ അങ്ങനെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു ദൈവമക്കളെ. ഇതിനിടയിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവമക്കൾ വളരെ ഹല്ലേലൂയ ആത്മാർത്ഥത്തോടെ എന്റെ സഭ, എന്റെ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ എന്റെ സഹോദരങ്ങൾ, എന്റെ മാതാക്കൾ ഹല്ലേലൂയ നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവൻ ഒരു രോഗിയോ അല്ല, ഒരു രോഗമുള്ള വ്യക്തിയല്ല, വളരെ ആരോഗ്യം ഉള്ള ഒരു ശരീരം, ഒരു ഡയബറ്റിക് അല്ല, ഒരു കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി. പലരും ചോദിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായത്, ഒന്നുമുള്ള വ്യക്തിയല്ല ദൈവമക്കളെ. അനേക 10,000 ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും ആരെയും കോവിഡ് കൊണ്ടുപോയില്ല കേട്ടോ, എന്നെയും കൊണ്ടുപോയില്ല. എന്റെ പ്രിയപ്പെട്ടവൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനെ കൊണ്ടുപോയി എന്ന് ഹല്ലേലൂയ എന്നുള്ള ചോദ്യത്തിന് എനിക്കൊന്നറിയാം. ഹല്ലേലൂയ, എന്റെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, അത് നന്നായി ഞാൻ തിരിച്ചറിയുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ അതിനിടയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുക. ജനുവരി 10-ാം തീയതി രാവിലെ, ഞായറാഴ്ച രാവിലെ 6 മണിയായപ്പോൾ എല്ലാ ദിവസവും അന്ന് രാവിലെ ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് വരണം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന്, ഞാനും എന്റെ മോനും കൂടെ ഹോസ്പിറ്റലിലേക്ക് അന്ന് രാവിലെയും ഓടി കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്നും അത് അവിടെ എങ്ങനെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കുറച്ചു നേരം ഇരിക്കും. പിന്നെ എന്റെ മോൻ പറയും, മമ്മി വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകും. അന്ന് ഞാൻ പറഞ്ഞു, മോനെ മമ്മി വരുന്നില്ല, നീ പൊയ്ക്കോ, സഭായോഗം ഉണ്ട്, നീ പൊയ്ക്കോ, സൂമിലാണ് സഭായോഗം, നീ പൊയ്ക്കോ, മമ്മി ഇവിടെ ഇരുന്ന് ഡാഡിയോടൊപ്പം സഭായോഗം കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ മടങ്ങിപ്പോയി. എന്റെ കുഞ്ഞു മടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് രാവിലെ ജനുവരി 10-ാം തീയതി രാവിലെ ഹല്ലേലൂയ 6 മണി മുതൽ 6-6:30 മണി മുതൽ രാത്രി ഹല്ലേലൂയ 9 മണി വരെ എന്റെ പ്രിയപ്പെട്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവിടെ ഇരിക്കുവാനിടയായി. ആ കൈ പിടിച്ചുകൊണ്ട് ഞാൻ അനേക കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് ചില ദിവസങ്ങൾ മുമ്പ് അതുപോലെ പെട്ടെന്ന് മരിച്ചു പോകുന്ന പോലത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവരെന്നെ വിളിച്ചു. അന്ന് ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ താൻ കൊണ്ടുപോയ ബൈബിൾ എടുത്ത് ആ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ബിനോശ, ഈ വചനവുമായി അനേക രാജ്യങ്ങളിൽ പോകേണ്ടതാ, കർത്താവിന്റെ വേല ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടെ പറഞ്ഞു. ആ ബൈബിൾ ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവൻ മരിക്കുന്നത് വരെ ഡോക്ടർമാർ പറഞ്ഞു, ആ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ വചനം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വചനം പിടിച്ചുകൊണ്ട് തന്റെ അവസാന നിമിഷം വരെ ആ വചനം കയ്യിലുണ്ട്. ചെവിയിൽ ഒരു MP3 പ്ലെയർ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവവചനം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അവിടെ നഴ്സുമാർ അത് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം ആ കോവിഡിന്റെ ആ സമയത്തൊക്കെ തന്റെ ഒരു ശീലമായിരുന്നു ഈ ബൈബിൾ ഉറക്ക വെച്ചിട്ട് ഓഡിയോ ബൈബിൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ഉള്ള ഒരു ശീലമുള്ള ആളല്ല, പക്ഷെ ഇങ്ങനെ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവവചനം കേൾക്കാം. അങ്ങനെ അന്ന് ഹല്ലേലൂയ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ മുറുകെ പിടിക്കുന്ന ഹല്ലേലൂയ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവന്റെ ശ്വാസം നിലച്ചപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ വന്ന് ആ കൈ വിടുവിച്ചു. ഹല്ലേലൂയ അവിടെ നിന്ന് എന്നെ ഇറക്കി പുറത്തേക്ക് വിട്ടു. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ സ്നേഹം. ശവക്കുഴി വരെ പോലും ഇല്ല, കല്ലറ വരെ പോലും ഇല്ല. ഹല്ലേലൂയ ജീവൻ പോയി കഴിയുമ്പോൾ, അല്പമണിക്കൂറുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ അവരെ എടുത്തുകൊണ്ടു പോകും. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ എന്നും ഒറ്റപ്പെടും, ഒറ്റയ്ക്കേ ഉള്ളൂ. ഹല്ലേലൂയ നമ്മുടെ ജീവിതം അങ്ങനെയാ, ഈ ലോകത്തിലെ ജീവിതം.
അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് ജനുവരി 10-ാം തീയതി ഹല്ലേലൂയ താൻ സ്നേഹിച്ച തന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്റെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള വചനം തന്നെ വളരെ സ്നേഹിച്ച ഒരു ദൈവവചനമാ. അങ്ങനെ തന്നെ എന്റെ പ്രിയപ്പെട്ടവൻ വിട്ടുപിരിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട കർത്താവിനോട് ചേരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ ഹല്ലേലൂയ, പലതും ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ജീവിതം എന്താണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നും അറിഞ്ഞിടാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏകാന്തതകൾ, ഹല്ലേലൂയ ശൂന്യതകൾ, ഒറ്റപ്പെടലുകൾ, ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ കാണാതെ കടന്നുപോയ നിമിഷങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ബെഡ്റൂമിൽ ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ സാന്നിധ്യം, എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞ രാത്രികളിൽ ഹല്ലേലൂയ എന്റെ കർത്താവ് ഇറങ്ങി വന്ന രാത്രികളുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത, അറിയാൻ കഴിയാത്ത രാത്രികളിൽ ഞാൻ കരഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് വാവിട്ട് നിലവിളിച്ച അനേക രാത്രികൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് എന്നെ കൈവിട്ടില്ല. ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ എന്റെ കൂടെ എന്റെ കരം പിടിച്ച് എന്നെ നടത്തുവാൻ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്താണെന്ന്, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഒന്നുകൂടെ ഉറപ്പാക്കുവാൻ, കർത്താവിനോടുള്ള സ്നേഹം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് എന്നെ ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ടു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കഷ്ടത അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിക്കും എങ്ങനെ അറിയാം ഇതൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ പദ്ധതിയായിരുന്നു എന്ന്. കർത്താവ് എന്നെ ഒന്നുകൂടെ തിരിച്ചറിയിക്കുവാൻ ഒത്തിരി ഹല്ലേലൂയ ദൈവവചനങ്ങൾ അതിനു മുമ്പേ എനിക്ക് തന്നിരുന്നു. എന്റെ സൗണ്ട് ഒന്നും ഒരിക്കലും റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഈ കോവിഡിന്റെ സമയത്ത് ഹല്ലേലൂയ ഒരു ദിവസം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുഴുവൻ ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഹല്ലേലൂയ. അതിന്റെ വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു എന്നൊക്കെയുള്ള ആ വചനം ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 71 ഹല്ലേലൂയ അത് മൊത്തം ഞാൻ റെക്കോർഡ് ചെയ്യുവാൻ ഇടയായി. ഇതൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ ഏറ്റവും എന്നെ ഉറപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു. ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതികളിൽ പെട്ടതാണോ എന്ന് വീണ്ടും എനിക്ക് സംശയം, അനേക ചോദ്യങ്ങൾ ഹല്ലേലൂയ എനിക്കെതിരെ വന്നു. നീ നേഴ്സായിട്ട് അറിഞ്ഞില്ലേ, തക്ക സമയത്ത് കൊണ്ടുപോയില്ലേ, ട്രീറ്റ്മെന്റ് കിട്ടിയില്ലേ, ഇങ്ങനെ പല ചോദ്യങ്ങളും ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന കോവിഡിൽ ഹല്ലേലൂയ വിധവമാരായി പോയ സഹോദരിമാർ അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവന് ഹല്ലേലൂയ ഒരു നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഹല്ലേലൂയ ആ ഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നല്ല ഹല്ലേലൂയ ഹോസ്പിറ്റൽ സംവിധാനമുള്ള ഹല്ലേലൂയ ഒരു ഹോസ്പിറ്റലാണ് എന്റെ ഭർത്താവ് ഹല്ലേലൂയ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ ഒരു സാമ്പത്തികവും ഹല്ലേലൂയ മുടക്കേണ്ടി വന്നില്ല, എല്ലാ ഫ്രീ ട്രീറ്റ്മെന്റുകളുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഒരു ഡോക്ടർമാർക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളുടെ ഭർത്താവ് ട്രീറ്റ്മെന്റ് ഇല്ലാതെ മരിച്ചുപോയി എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ ട്രീറ്റ്മെന്റും കിട്ടിയ എന്റെ ഭർത്താവും ഈ ലോകത്തു നിന്ന് പോകുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ഹല്ലേലൂയ ഭർത്താക്കന്മാർ കർത്താവിന്റെ വേല ചെയ്തവരായിരുന്നുവെങ്കിൽ അവരെ കൊണ്ടുള്ള ശുശ്രൂഷ ഈ ലോകത്തിൽ കർത്താവ് ചെയ്യിപ്പിച്ചു എന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ പുറത്തു വരണം. ഇന്ന് നിരാശയോടെ ഹല്ലേലൂയ വീട്ടിനുള്ളിൽ ഹല്ലേലൂയ കഴിഞ്ഞുകൂടുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ അനേക വീണ് കിടക്കുന്ന അനേകരെ എഴുന്നേൽപ്പിക്കുവാനാണ് കർത്താവ് നിങ്ങളെ ഇതിലൂടെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ നമ്മുടെ നോട്ടം ഹല്ലേലൂയ അനേകരെ എഴുന്നേൽപ്പിക്കുന്നതായി തീരണം. നമ്മുടെ ഒരു വാക്ക് അനേകരെ എഴുന്നേൽപ്പിക്കുന്നതായി തീരണം. നമ്മുടെ വാക്ക് അനേകരെ ബലപ്പെടുത്തുന്നതായി തീരട്ടെ. നിങ്ങളുടെ കഷ്ടത ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായി തീരണം. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലൂടെ പോകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ ആ നിരാശയിൽ നിന്ന് പുറത്തു വരണം. ഞാനും ഒരു നിരാശയിൽ ഹല്ലേലൂയ ഒരു മൂലയിൽ ഒരു മാനസിക രോഗിയെ പോലെ ഞാൻ ആയി പോകാമായിരുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, യഹോവ എന്റെ പശ്ചത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ യഹോവ നമ്മുടെ പശ്ചത്തുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ ലോകം നിങ്ങളെ നോക്കി പലതും പറയും. ഹല്ലേലൂയ നിങ്ങളെ നോക്കി ഒരു പക്ഷേ പറയും ഹല്ലേലൂയ നിങ്ങളുടെ കുറ്റം കൊണ്ടാകാം, ഹല്ലേലൂയ നിങ്ങൾ ഒരു പാപിയായി പോയത് കൊണ്ടാകാം എന്നൊക്കെ ഒരു പക്ഷെ പറഞ്ഞെന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നമുക്കൊരവസരം കൂടെ കർത്താവ് തന്നത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവമക്കളെ. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ അനേക സഹോദരിമാരെ ഹല്ലേലൂയ കർത്താവിന് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ അനേകരെ ധൈര്യപ്പെടുത്താനാണ്. ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. ഹല്ലേലൂയ അത് വലിയ ശുശ്രൂഷകളൊന്നും ആകണമെന്നില്ല. അല്ലെ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ എനിക്ക് അനേക സ്റ്റേജുകളിൽ, ഞാൻ പറയട്ടെ അന്ന് മുതൽ ഹല്ലേലൂയ ഇന്ന് വരെ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ വചനത്തിന്റെ ആഴമറിയാമായിട്ടല്ല ഹല്ലേലൂയ ഞാൻ ഏത് സ്ഥലത്ത് വിളിച്ചാലും ധൈര്യത്തോടെ എന്നെ വിടുവിച്ച ഒരു മഹിമ കണ്ട സാക്ഷി ആക്കി എന്നെ നിർത്താമെന്ന് കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. അന്ന് ഒരു പകൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുകയാണ് മഹിമ കണ്ട സാക്ഷി. അന്ന് ആ ശബ്ദം ഞാൻ കേട്ടതിന്റെ പിന്നാലെ അല്പ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ
ദേശത്ത് ആദ്യമായിട്ട് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു കർത്തദാസനുണ്ട്, കർത്താവിന്റെ ദാസൻ ജോക്കുല്. ആ കർത്താവിന്റെ ദാസന്റെ ആന്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വിജി നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗ്, അന്ന് അധിക ദിവസങ്ങളൊന്നും ആയില്ല എന്റെ പ്രിയപ്പെട്ടവൻ പോയിട്ട് ഒരു സാക്ഷ്യം പറയാം. അതിനു മുമ്പ് ഞാൻ കേട്ട ദൈവശബ്ദം മഹിമ കണ്ട സാക്ഷി, അതെനിക്കൊരു വളരെ കൺഫേം. അന്ന് തുടങ്ങി ഇന്ന് വരെ അനേക വേദികളിൽ എന്റെ കർത്താവിനെ, ഞാനൊരു സൺഡേ സ്കൂൾ പഠിച്ച വ്യക്തിയല്ല, ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ച വ്യക്തിയല്ല, ഹല്ലേലൂയ, ഒത്തിരി ദൈവവചനത്തിന്റെ ചരിത്രങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കർത്താവ് തന്ന വചനത്തിന്റെ വെളിപ്പാടുകൾ എവിടെയും ഞാൻ വിളിച്ചു പറയും ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ എന്റെ എന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഒന്നാമത്തെ ആ ഡെത്ത് ആനിവേഴ്സറി, അതായത് 1 ഇയർ കഴിഞ്ഞുള്ള ആ ദിവസം വരിക. എന്റെ ബർത്ത്ഡേ ഒരു ജനുവരി ആകട്ടോ. എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ബർത്ത്ഡേകൾക്കൊക്കെ ഒരു ബർത്ത്ഡേ കാർഡൊക്കെ നൽകി തരുമായിരുന്നു. അപ്പോൾ 2020 ജനുവരിയിൽ, അതായത് കോവിഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ജനുവരിയിൽ എന്റെ ബർത്ത്ഡേക്ക് താനൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു, പക്ഷെ ഒരു ബർത്ത്ഡേ കാർഡ് തന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളൊരു കൂട്ടുകാരെ പോലെ സംസാരിക്കും, ഞാൻ ചോദിച്ചു, ബിനോഷ എനിക്കുള്ള ബർത്ത്ഡേ കാർഡോ? അപ്പൊ പറഞ്ഞു, അത് ഞാൻ എഴുതി വെച്ചു, എവിടെയാണ് മറവി ഇങ്ങനെ എവിടെയൊക്കെ വെച്ചെന്നൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു ബിനോഷൻ ചുമ്മാ പറയാം. അപ്പൊ ഇല്ല, ഞാൻ അത് ഒത്തിരി എഴുതിയിട്ടോ, ഒരിക്കലും അങ്ങനെ ഒത്തിരി ഒന്നും എഴുതി ഒരു കാർഡ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെ കള്ളത്തരവാ. അപ്പൊ എന്റെ മമ്മി വീട്ടിലുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ മമ്മി. ഞാൻ പറഞ്ഞു, മമ്മി ബിനോഷൻ അപ്പം പറഞ്ഞു, അവൻ എഴുതി കാണും, എവിടെയെങ്കിലും വെച്ച് മറന്നുപോയതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി മോനെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് പറയുവാനിടയായി. അങ്ങനെ ആ ജനുവരി കഴിഞ്ഞുപോയി മക്കളെ. അടുത്ത ജനുവരി 5-ാം തീയതി എന്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിലാണ്, വളരെ വേദനയുണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് 2021 അല്ലെങ്കിൽ 2022 ജനുവരി മാസം, ആ ജനുവരിയിൽ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ജനുവരി 5 എന്റെ ബർത്ത്ഡേ, ജനുവരി 10 എന്റെ ഹസ്ബൻഡ് പോയ ദിവസം. അപ്പൊ ഞാൻ എനിക്ക് ആരുമില്ല എന്റെ കൂടെ. ഞാൻ ഇവിടെ എന്റെ ഈ ബെഡ്റൂമിൽ ഞാൻ വളരെ വേദനയോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വേറെ വീട്ടിലേക്ക് മാറി. അപ്പോൾ എന്റെ ഒരു കസിൻ, എന്റെ ഒരു കൊച്ചാണ് അവിടെ താമസിക്കുന്നത്. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒത്തിരി ലെറ്ററുകളും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ചേച്ചിയുടെ, ഞാനത് കൊടുത്തു വിടട്ടെ? ഞങ്ങളുടെ ഒരു സഹോദരന്റെ കയ്യിൽ അത് കൊടുത്തു വിടാനിടയായി തീർന്നു. അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് ആ ലെറ്ററുകളുടെ ഇടയിൽ ഒരു ബർത്ത്ഡേ കാർഡ് ഇങ്ങനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററിന് എന്തൊരു ക്ഷമയാ ഇത്രയൊക്കെ ഒരു ഭാര്യയ്ക്ക് ഒരു ബർത്ത്ഡേ കാർഡിൽ എഴുതാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് ബർത്ത്ഡേ കാർഡ്? പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ അന്ന് ബിനോഷൻ പറഞ്ഞു ഒരു ബർത്ത്ഡേ കാർഡിൽ ഞാൻ ഒത്തിരി എഴുതിയായിരുന്നു. അന്ന് ഞാൻ അത് വിശ്വസിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് കാർഡ്? അപ്പം ബിജി കാർഡ് കണ്ടിട്ടില്ലേ? ഇല്ല. അപ്പൊ പെട്ടെന്ന് ആ കാർഡ് എന്നെ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ദൈവമക്കളെ, ഹല്ലേലൂയ, ആ ബർത്ത്ഡേ കാർഡ് എന്റെ കയ്യിൽ കിട്ടി. അന്ന് ഞാനത് വായിക്കുമ്പോൾ ആ ബർത്ത്ഡേ കാർഡിനകത്ത് കാർഡ് നിറയെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ വിചാരിക്കും നിങ്ങൾ, ഹല്ലേലൂയ, എന്താണ് ഈ കാർഡിൽ എഴുതിയിരിക്കുന്നതെന്ന്? ഈ കാർഡിൽ എഴുതിയിരിക്കുന്നത് ദൈവവചനം മാത്രമാണ്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് തന്റെ മനസ്സിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്, നോക്കിയൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. കാരണം അതൊരു ഓർഡറിലല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് ഇങ്ങനെ ഒരിക്കലും എഴുതിയിട്ടില്ല, അത് ഒരു നോക്കി എഴുതിയതല്ല എന്ന് മനസ്സിലായി. അതിനകത്ത് എഴുതിയിരിക്കുന്ന മായ സകലവും മായ എത്രയെന്നുള്ള ആ വചനം, അതെല്ലാം ഞാൻ വായിക്കുന്നില്ല. അതെഴുതിയതിനു ശേഷം അതിന്റെ അടിയിൽ വലിയ അക്ഷരത്തിൽ ഇതിന്റെ ഏറ്റവും അടിയിൽ വലിയ അക്ഷരത്തിൽ താൻ എഴുതിയിരിക്കുകയാണ്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതിനുശേഷം ഇപ്പുറത്തെ ആ ഒരു സൈഡിൽ എഴുതിയേക്കുകയാണ്, നിനക്കറിഞ്ഞൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യ ദൈവം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. മറ്റു പല വാക്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ ബർത്ത്ഡേ കാർഡ് എന്റെ കയ്യിൽ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, ഇത് ദൈവിക പദ്ധതികളിൽ പെട്ടതായിരുന്നു. ഇല്ല എങ്കിൽ ഒരു ഭാര്യയ്ക്ക് എഴുതുന്ന ബർത്ത്ഡേ കാർഡിൽ ഒരിക്കലും താൻ എഴുതേണ്ട, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന്. ഇത് കോവിഡ് വരുന്നതിന് മുമ്പ് എഴുതിയ കാർഡാ. കോവിഡിൽ പേടിച്ചിട്ട് എഴുതിയ കാർഡൊന്നും അല്ല ദൈവമക്കളെ. ഇത് അന്ന് എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതിന്റെ വില മനസ്സിലാകത്തില്ല. അതുമല്ല, ഞാൻ താമസിച്ച ആ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതൊരു കുപ്പക്കുന്നിലേക്ക് എടുത്തു കളഞ്ഞേനെ. ദൈവത്തിന്റെ വഴികൾ ദൈവം എന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു ദൈവമക്കളെ. കൂടാതെ അതിനു മുമ്പ് ഈ കോവിഡിന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ പോകുന്നതിന് മുമ്പ് ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ചർച്ചിന്റെ ലേഡീസ് മീറ്റിംഗിൽ ഞാനൊരു ദൈവവചനം പറയുമ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചനം ആരെ കുറിച്ചായിരുന്നെന്ന് അറിയാമോ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം,
അറിയാവുന്ന രൂത്ത് എന്ന സഹോദരിയെ പറ്റിയ അന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ സഹോദരിമാരെ, രൂത്ത് തന്റെ ഭർത്താവിനെ നഷ്ടമായ ഒരു രൂത്തിനെ നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവ് നഷ്ടപ്പെടുന്നു എങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അല്ലെങ്കിൽ എന്റെ ഭർത്താവ് വിട്ടുപോകുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ച ദൈവവചനം അത് ഞാൻ ഓർക്കും, പിന്നീട് ഓർക്കും, എനിക്ക് വേണ്ടിയാണ് ഞാനത് സംസാരിച്ചതെന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അതെ, ഒരു രൂത്ത്, ഭർത്താവ് നഷ്ടപ്പെട്ട രൂത്ത്, അവൾ താൻ ആശ്രയിച്ച യഹോവയിൽ ആശ്രയിച്ച ആ രൂത്തിനെ പറ്റി പറയുവാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ദിവസം ഞങ്ങൾ ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഒരു സഹോദരി, എന്റെ ഒരു കൂട്ടുകാരിയും ഞങ്ങൾ വളരെ ശക്തമായി വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുക, എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് എന്റെ പ്രിയ പൈതല് പെട്ടെന്ന്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നീട് ചെയ്തിട്ടുമില്ല, ആരാധനയുടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദൈവശക്തിയോടെ എന്റെ പ്രിയ പൈതൽ എന്റെ അടുക്കലേക്ക് വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട ഹോസ്പിറ്റലിൽ കിടക്കുക, വെന്റിലേറ്ററിലല്ല, ആ സമയത്ത് ഒരിക്കലും മരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആ സമയത്ത് എന്റെ പ്രിയ പൈതല് എന്റെ അടുത്തോട്ട് കടന്നു വന്നിട്ട് എന്റെ തോളിലോട്ട് കൈവച്ചിട്ട് അവൻ ഇങ്ങനെയാ പറഞ്ഞത്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഞാൻ രൂത്തിന്റെ ആ പുസ്തകത്തിൽ നിന്ന് ആ ദൈവവചനം എന്റെ പ്രിയ പൈതൽ ഒരു പ്രവചനാത്മാവിൽ പറയുന്നത് പോലെ പറയുവാനിടയായി തീർന്നു. ഞാൻ അതിനു മുമ്പ് പ്രസംഗിച്ച വിഷയം ഇതാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സത്യമാ, ഒരു രൂത്ത്, തന്റെ വീണ്ടെടുപ്പുകാരൻ, സംരക്ഷണത്തിന്റെ പുതപ്പ്, കംഫർട്ടിന്റെ പുതപ്പ് കർത്താവിന്റെ മേലിടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ സ്നേഹത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീണതുകൊണ്ടാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുന്നത്. ഇന്ന് കർത്താവിനെ ആക്കി വെക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു മടിയും കൂടാതെ ഞാൻ ഈ ദൈവത്തെ വിളിച്ചു പറയും. എന്നെ കേൾക്കുന്ന ഈ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഈ നല്ല കർത്താവിനെ നിങ്ങൾ അറിയണം. ഈ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവസാനത്തോളം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്നും ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്നും പറഞ്ഞവൻ ആ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വീണ്ടും വരുവാൻ സമയമായി. ഒരു നിത്യത നമുക്കുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ, ആ വാഗ്ദത്തത്തിന്റെ പ്രത്യാശ, കാലങ്ങൾക്ക് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ, അത് മാത്രമേ ഉള്ളൂ മാറിപ്പോകാത്തത്. മറ്റെല്ലാം ഈ ഭൂമിയിൽ മാറിപ്പോകും. സ്നേഹിക്കുന്നവർ മാറിപ്പോകും. തള്ളിപ്പറയും. നിങ്ങൾ മുറുകെ പിടിക്കുന്നവരൊക്കെ നിങ്ങളെ വിട്ട് കടന്നു പോകും. നിങ്ങൾ സ്നേഹിക്കുന്നവര്, നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ പോലും പോകും. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹം മനസ്സിലാകണമെങ്കിൽ ചില കഷ്ടതകളിലൂടെ, ചില വേദനകളിലൂടെ, എന്നാൽ നമ്മളെ തകർത്ത് കളയാനല്ല കേട്ടോ. തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒന്ന് വിചാരിക്കണം, നമ്മൾ വീഴുന്നത് അവന്റെ കൈകളിലാ, നമ്മളെ അവൻ തകർത്ത് കളയില്ല. ഇന്നും ആ ഗ്ലോറിയസ് മിനിസ്ട്രീസ് എന്ന പേരിൽ എന്റെ പ്രിയപ്പെട്ടവൻ തുടങ്ങി വെച്ച ആ കർത്താവിന്റെ വേല ഇന്നും കർണാടകയിൽ പലരും പറഞ്ഞു, എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്? എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആ വേല ഏൽപ്പിച്ചത് പറ്റുന്നിടത്തോളം കാലം ആ വേല മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് 35 ദൈവദാസന്മാർ, 250 വില്ലേജുകളിൽ അനേക കുഞ്ഞുങ്ങൾ, 22 കുഞ്ഞുങ്ങളെ കർത്താവിന്റെ നാമത്തിൽ വളർത്തുവാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ പെങ്ങൾ കുടുംബം എന്റെ സഹോദരങ്ങൾ അതിന് താങ്ങായി നിൽക്കുന്നു. എങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ആ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുന്നു. ദൈവമക്കളെ, അതല്ലാതെ മറ്റൊന്നും കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ എന്റെ സമയം ഇന്ന് ഞാൻ തിരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി നിൽക്കണം. ഇന്ന് സിറ്റി പ്രയർ ലൈൻ എന്ന പേരിൽ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു ദർശനം കർത്താവ് എനിക്ക് നൽകി തന്നു. അതും തുടങ്ങുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഒത്തിരി വലിയ ഒരു സംരംഭമൊന്നും അല്ല, എന്നാൽ അല്പം ചില ദൈവമക്കളിരുന്ന് ദേശത്തിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതിനോടുകൂടെ എന്റെ ജോലി ചെയ്യുവാൻ, പൂർണ്ണ സമയം ജോലി ചെയ്യുവാനും കർത്താവ് എനിക്ക് കൃപ തരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നിൽക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ മറ്റൊരു സന്തോഷം നമുക്കില്ലല്ലോ. തലമുറകൾ നാം കർത്താവിന് വേണ്ടി നിൽക്കണം. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായി. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ ലോക സംഭവങ്ങൾ നമ്മളെ അത് വിളിച്ചറിയിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന, രക്ഷിക്കപ്പെടാത്ത, കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കർത്താവിനെ പോലെ വലിയൊരു ദൈവമില്ല. യേശുവിന്റെ നാമത്തേക്കാൾ വലിയൊരു നാമമില്ല. ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അനേക ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ, അനേക കുടുംബങ്ങൾ കലഹത്തിലേക്ക് നടക്കുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമത്തത്തിലാകുമ്പോൾ, ഈ വചനം എടുത്തുകൊണ്ട്
കർത്താവിന്റെ പിന്നാലെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അതിൽ പരം ഭാഗ്യമൊന്നുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും എന്റെ സമയം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നെ നടത്തിയെങ്കിൽ നിങ്ങളെയും നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒന്നും അറിഞ്ഞുകൂടാത്ത എന്നെ കർത്താവ് ഇത്രത്തോളം നടത്തിയെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെയും കർത്താവ് നടത്തും. അതുകൊണ്ട് നിരാശയിലിരിക്കുന്ന സഹോദരിമാരെ, ഹല്ലേലൂയ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അതെന്റെ ആഗ്രഹമാണ്, എന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എന്റെ വാക്ക് നിങ്ങളെ അതിന് ധൈര്യപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ ഹല്ലേലൂയ സന്തോഷമുള്ളവരാണ്. നിങ്ങൾ ഹല്ലേലൂയ ഓർക്കുമ്പോൾ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കർണാടകയിലുള്ള ഹല്ലേലൂയ ആ പ്രവർത്തനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ഈ സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടുള്ള ഹല്ലേലൂയ എന്റെ ഹൃദയം കഴിഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഈ ഹല്ലേലൂയ വചനദീപ്തി സാക്ഷി കൂടാരം അനേകർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. മാറാനാഥ യേശു വരാറായി. ഗോഡ് ബ്ലെസ് യു. Praise the Lord. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ, ആടിയനിതാ. നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ. Praise the Lord. Hallelujah. Amen. Praise the Lord. Thank you, sister. Amen. എന്തു പറയേണ്ടു എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. വൈദ്യനും ആലംബവും നമുക്ക് പാലകനും ആശ്വാസവും മറവിടവും എല്ലാമായിട്ട് ഈ ദൈവം മാത്രമേ ഉള്ളൂ. തന്റെ അനുഭവ സാക്ഷ്യം ഹല്ലേലൂയ ഹൃദയങ്ങളെ ആമേൻ സ്പർശിക്കുന്നു. ആമേൻ താൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ആമേൻ ലോകത്തിൽ ജീവിതത്തിൽ നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. അതൊരു നഗ്ന സത്യമാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വൈദ്യനായിട്ട്, നമ്മുടെ പാലകനായിട്ട്, നമ്മുടെ ഉറവിടമായിട്ട്, നമ്മുടെ നല്ല സ്നേഹിതനായിട്ട് എല്ലാം കർത്താവ് മാത്രമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മെ പല പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യം, അവന്റെ സ്നേഹത്തിന്റെ ആഴം അനേകരിലേക്ക് എത്തിക്കുവാൻ കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിപ്പാൻ നമ്മൾ എന്തുള്ളൂ. ഈ പലപ്പോഴും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇങ്ങനെ ശോധനയിട്ടാണോ കർത്താവ് തന്റെ വേല ചെയ്യിപ്പിക്കുന്നതെന്ന്. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസി ഒരു വിശ്വാസവീരയായി തന്റെ ജീവിതത്തിൽ കഷ്ടം എന്തെന്നറിയാതിരിക്കുമ്പോൾ, കഷ്ടതയുടെ നടുച്ചുഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനു മുൻപേ കർത്താവ് തന്നെ ബലപ്പെടുത്തി, നീ അഗ്നിയിലൂടെ കടന്നുപോയാൽ ഞാൻ നിന്നെ വെന്തുപോകാതെ സൂക്ഷിക്കും, നീ വെള്ളത്തിലൂടെ കടന്നുപോയാൽ മുങ്ങിപ്പോകാതെ സൂക്ഷിക്കും. വാക്കു പറഞ്ഞവന്റെ വാക്തത്വം ഇന്ന് തന്റെ ദാസിയുടെ സാക്ഷ്യവാചകങ്ങളിലൂടെ ആമേൻ അത് നിവർത്തിക്കപ്പെടുവാൻ ഇടയായി. മുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത്, തളർന്നു പോകേണ്ട സ്ഥാനത്ത്, നിരാശപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ സന്തോഷത്തോടെ പ്രാണപ്രിയനെ ഉയർത്തുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യം, കോവിഡിൽ അനേക സഹോദരിമാർ, അനേക സഹോദരന്മാർ ആമേൻ വൈദവത്യം അനുഭവിക്കേണ്ട അവസ്ഥകൾ വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക സഹോദരിമാർക്ക് താൻ ഒരാശ്വാസമായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ആമേൻ പ്രിയ ബിജി സിസ്റ്ററെ ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്തദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അധികം ഒന്നും പറയുവാനില്ല. ദൈവം
ഈ ദിവസങ്ങൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെയും തുടച്ച് സർവശക്തനായ ദൈവത്തിന്റെ ഉള്ളങ്കരത്തിൽ വഹിച്ച് അതിശക്തമായിട്ട് അനേകായിരങ്ങൾക്ക് തന്നൊരു തണലായി, തന്നൊരാശ്വാസമായി, താൻ മറ്റുള്ളവർക്കൊരു പ്രബോധനമായി, താൻ മറ്റുള്ളവർക്കൊരു എൻകറേജായി ഹല്ലേലൂയ തീരേണ്ടതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലരും കംഫർട്ട് സോണിൽ ഇരിക്കുന്നവര്, ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്റെ ദാസി പറഞ്ഞ ആ വാചകം, നാം ആർക്കും ഒന്നുമല്ല. പലപ്പോഴും നാം ഒറ്റയ്ക്കാണ്. പലപ്പോഴും ഖബറടക്കം ചെയ്യുന്ന സെല്ലിന്റെ അവിടെ വരെ നമുക്ക് എത്തപ്പെടാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതിനപ്പുറമായി, നമ്മുടെ മരണത്തിനപ്പുറമായിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. അത് കർത്തദാസയുടെ സാക്ഷ്യത്തിലൂടെ താൻ വെളിപ്പെടുത്തി. കർത്താവിന്റെ ദാസന്റെ പ്രത്യാശ, പ്രൈസ് ദി ലോർഡ്. അതൊരു ബർത്ത്ഡേ ഒരു കാർഡിലൂടെ നമുക്ക് കേൾക്കുന്നവർക്ക് നിസ്സാരമെന്ന് തോന്നാം. എന്നാൽ തന്റെ ദാസിയുടെ ജീവിതത്തിൻ്റെതായ ഓരോ അനുഭവങ്ങൾ താൻ അടിവരെ ഇട്ടുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ ആ വേദനയിൽ നിന്നും ദൈവനാമത്തെ ഉയർത്തുവാനുള്ള സന്തോഷം തനിക്ക് ദൈവം കൊടുത്തല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദാസിക്ക് വേണ്ടി സ്തോത്രം. ഇത്രത്തോളം നിലയായി നിർത്തിയല്ലോ പ്രിയ പിതാവേ. വേർപാടെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എങ്കിലും അങ്ങയുടെ അഭിഷിക്തിയെ ഇതുവരെ നിർത്തി കർത്താവേ, അവിടുത്തെ വേല ചെയ്യുവാൻ, തോളോട് തോൾ ചേർന്ന് അങ്ങയുടെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ നിന്റെ മക്കളെ ഉപയോഗിച്ചുവെങ്കിൽ ഇപ്പോൾ താൻ തനിച്ചല്ല കർത്താവേ. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയാൽ അങ്ങയുടെ ദാസി ഇതുവരെ അങ്ങയുടെ ദാസി ഇതുവരെ അവിടുത്തെ വേല ചെയ്യുവാൻ കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ഉണ്ട്. എന്നാൽ ചില വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുന്നത് അവിടുത്തെ ഹിതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ ഇഷ്ടം തികയ്ക്കുന്ന ദാസിമാരായി, ദാസന്മാരായി, അവിടുത്തെ പ്രിയ മക്കളായി പിന്നെ മുന്നേറുവാൻ അനേക കണ്ണുകളെ ഈ സാക്ഷ്യം കേൾക്കുന്നതിലൂടെ തുറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയങ്ങളോട് ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിയെ ശക്തമായി കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. കുഞ്ഞുങ്ങൾക്ക് ഇരുവർക്കുമായിട്ട് സ്തോത്രം. അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾക്കായി, അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി, അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾക്കായി നന്ദി പറയുന്ന കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അതിശക്തമായി സ്വർഗം കരകളിൽ വഹിക്കുന്നതിനായിട്ട് സ്തോത്രം. പിന്നെയും ഉപയോഗിച്ചു കൊള്ളണമേ. അവിടുത്തെ അഭിഷിക്തിയെ കർത്താവെ ഈ ഭൂമിയിലാക്കി വെക്കും കാലം അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായി ഉപയോഗിക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ആമേൻ ജീവനുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ, അങ്ങയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായി സമർപ്പിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനയെ അതിനെ കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ഇത്രത്തോളം വചനദീപ്തി സാക്ഷി കൂടാരത്തിന് പ്രേക്ഷകരോടൊത്ത് സമയം ചിലവഴിപ്പാൻ ഒരു ധീര വനിതയായി ധീരതയോടെ ഒട്ടും ചഞ്ചലിപ്പില്ലാതെ എന്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. ഈ സമയക്കാലം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസിയെ അധികമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവിന്റെ ദാസിക്ക് ആമേൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം ഹൃദയത്തിന്റെ ഉള്ളിലെ ഭാരങ്ങൾ, ആമേൻ. ഒരു മനുഷ്യന് ഭാരം ആർക്കും ചുമക്കാൻ കഴിയുകയില്ലെങ്കിലും നമ്മുടെ ഭാരത്തെ ചുമന്നൊഴിച്ച കർത്താവ് നിന്റെ ഹൃദയം കലങ്ങി പോകേണ്ട എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് അവനിലേക്ക് ആ ഭാരങ്ങളെ ഇട്ടുകൊടുത്തിട്ട് സ്വതന്ത്രയായി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് കർത്തദാസിക്ക് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് നല്ല ഭാവി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ ആമേൻ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. തുടക്കം മുതൽ ഒടുക്കം വരെയും
സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഇത് തന്റെ ദാസി പറഞ്ഞത് എന്റെ ഹൃദയത്തിന് വളരെ ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. കോവിഡിൽ അനേകര് വേർപാടിന്റെ ദുഃഖത്തിലായി. ഈ സാക്ഷ്യം അനേകരെ ബലപ്പെടുത്തുന്നതായി മാറണം. നിങ്ങൾ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യം കേട്ടപ്പോൾ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മൂത്ത മകൻ 25 വയസ്സേ ഉള്ളായിരുന്നു. അവൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു കോവിഡിനാൽ. അങ്ങനെ നമ്മുടെ അറിവിലും എന്റെ ബന്ധങ്ങളിലും പെട്ട ധാരാളം പേർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ജീവനോടെ കർത്താവ് ശേഷിപ്പിച്ചത് കർത്താവിന് എന്തൊക്കെയോ ദൗത്യങ്ങൾ ഇനി ചെയ്യിപ്പിക്കാനുണ്ട്, അല്ലാതെ കഴിവുകൊണ്ടൊന്നുമല്ല. എനിക്കൊക്കെ കോവിഡ് വന്ന് നല്ല ക്രിട്ടിക്കലിൽ എത്തിയതാ. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടതെങ്കിലും കർത്താവ് കൃപ നൽകി നിർത്തിയിരിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ കർത്താവിന്റെ ദാസിയുമായിട്ടും ഇങ്ങനെ ഒരു വേദി പങ്കിടുവാനായിരിക്കാം, കർത്താവിനെ വീണ്ടും ഉയർത്തുവാനായിരിക്കാം. ഈ സാക്ഷ്യം അനേകരിൽ എത്തിച്ചിട്ട് അവർക്കൊരാശ്വാസം കണ്ടെത്തുവാനും ക്രിസ്തുവിനെ അവർ ഹൃദയത്തിൽ അംഗീകരിക്കുവാനും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനുമായിരിക്കാം. ഏതുമാകട്ടെ, കർത്താവിന്റെ ഹിതം ഈ ദിവസങ്ങളിൽ നിവർത്തിക്കട്ടെ. കർത്തദാസിയെ കുടുംബത്തെ കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാക്ഷി കൂടാരത്തിലെ സാക്ഷ്യം വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു സാക്ഷ്യമായിട്ട് നമ്മൾ പിന്നെയും കണ്ടുമുട്ടുമ്പോഴേയും ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.